ready? Let us start. Come on, Kirti. ചേച്ചി, come on ചേച്ചി, super. Congratulations. Thank you, sir. Well done. The next plan of our academy is to conduct the Gata Kusti tournament. മറ്റു ഡിസ്ട്രിക്റ്റിലുള്ള പാർട്ടിസിപ്പൻസ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്റെ പെർഫോമൻസ് അവരെക്കാളൊക്കെ ബെറ്റർ ആയിരിക്കണം. ഓക്കെ? Sure, sir. Good. അവസാനം നീ അവളെ പൂട്ടി മലർത്തിയടിച്ച് അടിയുണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നീ ചെയ്തു. ചിറ്റപ്പനാള് പുലിയല്ലേ? എന്തായാലും കലക്കി മോളെ. എന്താ കാറ്? ആരായിരിക്കും? എന്താടി? ഒന്നിരിക്കണേ, സാരി ഉടുപ്പിച്ച് ഇപ്പൊ കൊണ്ടുവരാം. വേണ്ട വേണ്ട, ഞങ്ങൾ എന്തായാലും കുട്ടിയെ കണ്ടല്ലോ. ബ്രോക്കർ പറഞ്ഞല്ലോ പെങ്കൊച്ച് ഗുസ്തിയൊക്കെ നിർത്തിന്ന്. ഇല്ല, കല്യാണം കഴിഞ്ഞാ പിന്നെ അവള് ഗുസ്തിക്കൊന്നും പോവില്ല. എന്തിനാ ഗുസ്തി വേണ്ടാന്ന് വെക്കുന്നേ? കല്യാണമൊക്കെ എല്ലാരും കഴിക്കുന്നതല്ലേ. പക്ഷെ ഗുസ്തി പിടിച്ച് മെഡൽ വാങ്ങാൻ എല്ലാവർക്കും പറ്റില്ലല്ലോ. ഞാൻ നേരെ കാര്യത്തിലേക്ക് വരാം. നിങ്ങളുടെ ഇളയ മോളെയാണെങ്കിൽ ഇവന് വേണ്ടി നമുക്ക് ആലോചിക്കാം. തൊട്ടടുത്ത മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടത്താം. നിങ്ങൾ പോയട്ടെ. എന്ത് പണിയാമേ കാണിച്ച്? കല്യാണം കഴിഞ്ഞ റെസ്ലിംഗ് നിർത്തിക്കോളാന്ന് അവര് പറഞ്ഞില്ലേ? ഗുസ്തിയും പിടിച്ച് നടക്കുന്നവളെ കിട്ടിയ കുടുംബജീവിതം എങ്ങനെ നന്നാവനാ? അവളുടെ നിന്ന് കിട്ടിയ നീ സ്പോട്ടിൽ ഔട്ടാ. നിനക്ക് മാത്രമല്ല കിട്ടുക, എനിക്കും കിട്ടും. മിണ്ടാതെ വാടാ. കേട്ടില്ലടാ അവര് പറഞ്ഞിട്ട് പോയതൊക്കെ? ഇതാ ഞാൻ അന്നേ പറഞ്ഞേ പെൺകുട്ടികൾ ഇതിനൊന്നും കൊണ്ടെടുക്കരുന്ന്. നീ കേട്ടില്ലല്ലോ? എന്താ ചേട്ടാ എന്തിനെങ്ങനെ ചങ്കിക്കൊള്ളുന്ന വർത്താനം പറയുന്നേ? അവൾ അവിടെ ഇഷ്ടത്തിന് കുസ്തിക്കാരി ആയനെ എന്റെ മെക്കിട്ട് കയറുന്ന എന്തിനാ? ഞാൻ പിന്നെ എന്ത് ചെയ്യണം? നീ പോയ മാച്ചിലേക്ക് അവളെ കൊണ്ടുപോയില്ലേ? അത് കണ്ടിട്ടില്ല അവിടുത്തെ പഠിച്ചത്? എന്നാര് പറഞ്ഞു? ഞാൻ ഗുസ്തി പിടിച്ച് തെന്നി വീണ് കാലൊടിഞ്ഞ വീട്ടിൽ വിവരം അറിയിക്കാൻ ഒരാളുണ്ട്. അതിനല്ലേ കീർത്തിമോളെ ഞാൻ കൊണ്ടുപോയത്. അവളിങ്ങനെ കുസ്തിക്കാരിയാകുന്നു. എത്ര കൂട്ടർ അവളെ കാണാൻ വന്നേ, ഒന്നുപോലും നടന്നില്ല. ചേട്ടൻ വിഷമിക്കാതിരിക്കെ. കീർത്തിയുടെ കല്യാണം നടത്തേണ്ടത് എന്റെ കടമ. നിർത്തടാ, നിനക്ക് തന്നെ ഇതുവരെ പണിയിട്ടിട്ടില്ല. പിന്നീട് അവളുടെ കല്യാണം നടത്താൻ പോണേ. എനിക്ക് പേടിയാവുന്നടാ, അവളുടെ കല്യാണം നടക്കാതെ പോകുന്നോർത്ത് പേടിയാവുന്നു. അവളുടെ ഭാവിയെ കുറിച്ച് ഓർത്ത്. ചേട്ടാ ഡോക്ടർ, അദ്ദേഹത്തിന് എങ്ങനെയുണ്ട്? Now he's okay. പക്ഷെ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ സെക്കൻഡ് അറ്റാക്ക് ആയത്. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം. തൽക്കാലം റെസ്റ്റ് എടുക്കട്ടെ. 2 days കൂടി ഒബ്സർവേഷൻ വേണം. ഇനിയൊരു സ്ട്രെസ് ഉണ്ടാവാതെ നോക്കണം. ഇന്നെല്ലാരും ഇങ്ങനെ ആദ്യ പിടിച്ച് ആശുപത്രി വരാതെ ഇരിക്കുന്നതിന് കാരണം ഞാനാ. ഗുസ്തിയോടുള്ള എന്റെ അടങ്ങാത്ത ആഗ്രഹം. ആ കഥ തുടങ്ങുന്നത് 18 വർഷങ്ങൾക്ക് മുമ്പാ. അന്ന് കീർത്തിക്ക് 6 വയസ്സായിരുന്നു. അച്ഛന്റെ മോളാണോ അമ്മയുടെ മോളാണോ എന്ന് അവളോട് ചോദിച്ചാ ചിറ്റപ്പന്റെ മോളാന്നേ അവള് പറയൂ. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവക്ക് എന്നെ. അവളെ സ്കൂളിൽ കൊണ്ടുവിടുന്നതും കൊണ്ടുവരുന്നതും ചോറൂട്ടുന്നതും കഥ പറഞ്ഞുറക്കുന്നതും ഒക്കെ ഞാനാ. അവളെപ്പോഴും എന്റെ കൂടെ തന്നെയാ. ആ സമയത്ത് ഞങ്ങളുടെ നാട്ടിലൊരു ഫയൽവാൻ ഗുസ്തി നിസ്സാരമാണെന്ന് കരുതി ഞാനും അത് അഭ്യസിക്കാൻ പോയി. പക്ഷെ എന്റെ മനസ്സെത്തിയെടുത്ത് എന്റെ കൊടവയർ എത്തിയില്ല. മത്സരത്തിൽ എന്റെ പെർഫോമൻസ് കണ്ട് ആശാൻ എന്നെ വിളിച്ച് ഒരു കാര്യം പറഞ്ഞു. നിന്നെ കൊണ്ട് ഗുസ്തി ജന്മത്ത് പഠിക്കാൻ പറ്റൂല. നിനക്ക് തൊട്ട് പറഞ്ഞിട്ടുമില്ല. വെറുതെ മെനക്കെടുത്താതെ പോയി വേറെ എന്തെങ്കിലും പണി നോക്കും. ഈ ലോകം മുഴുവൻ നീ തോറ്റു തൊപ്പിയിട്ടെന്ന് പറഞ്ഞാലും സ്വയം തോൽവി സമ്മതിക്കുന്നത് വരെ ഞാൻ തോക്കില്ലെന്ന് ഞാൻ വിശ്വസിച്ചു. എന്നിട്ട് ഞാൻ തോറ്റുകൊണ്ടേയിരുന്നു. എന്റെ തോൽവികൾ കണ്ട് എന്നേക്കാൾ വിഷമിച്ചത് കീർത്തിയാണ്. എന്താ ചിറ്റപ്പ, അയാള് ചിറ്റപ്പന്റെ കഴുത്ത് ലോക്ക് ചെയ്തപ്പോ ചിറ്റപ്പൻ എന്തിനാ കാല് ലൂസാക്കിയേ? മൊത്തം വെയിറ്റും കാലിൽ കൊടുത്ത് അയാളെ താഴെ തള്ളിയിടണ്ടായിരുന്നോ? ഈ ഐഡിയ എനിക്ക് തോന്നിയില്ലല്ലോ. അല്ല മോളെ, ഇതൊക്കെ നീ എങ്ങനെ പഠിച്ചു? ഞാൻ ഒരു മത്സരത്തിലെങ്കിലും ജയിക്കണമെന്നുള്ള കീർത്തിയുടെ സ്വപ്നം അവസാനം വരെ സ്വപ്നമായി തന്നെ ഇരുന്നു. എനിക്ക് ഗുസ്തി വഴങ്ങിയില്ലെങ്കിലും എന്നെ കണ്ടു വളർന്ന കീർത്തിക്ക് അത് നന്നായി വഴങ്ങി.
സ്കൂളിൽ നടന്നൊരു ഗുസ്തി മത്സരത്തിൽ അവൾ വിജയിച്ചു. അത് ഞാൻ ജയിച്ച പോലായിരുന്നു. കീർത്തി കോളേജിൽ ജോയിൻ ചെയ്തു. അവിടെ അവൾ പഠിപ്പിനേക്കാൾ റെസ്ലിംഗിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. റെസ്ലിംഗ് ആയിരുന്നു അവൾക്കെല്ലാം. റെസ്ലിംഗ് ഒക്കെ ആമ്പിള്ളേർക്കുള്ളതാ മോളെ, നമുക്കിത് വേണ്ട. സ്പോർട്സിൽ അങ്ങനെ ആണെന്നോ പെണ്ണെന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ആ ഗ്രൗണ്ടിൽ വന്നൊന്ന് നോക്ക്, ഏത് ഗെയിമും ആർക്കും കളിക്കാം. ഗുസ്തി പിടിക്കാൻ പോയി ഇടികൊണ്ട് മോത്തിന്റെ ഷേപ്പ് മാറിയാ നാളെ നിന്നെ ആര് കെട്ടാൻ വരും? കീർത്തിയുടെ കല്യാണം ഉടനെ നടത്തണമെന്ന് ചേട്ടൻ ഒരേ വാശിയിലായിരുന്നു. പെങ്കൊച്ചു ഗുസ്തിക്കാരിയാണല്ലേ? ഇല്ല, കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് റോമ്പ് വെട്ടി ആണുങ്ങളെ പോലെ ഇരിക്കുന്നു. എന്താ ഇത്? 100 പവൻ സ്വർണം, 10 ലക്ഷം രൂപ, ഒരു ഇന്നോവ കാർ. ഇതിനൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്കിത് ആലോചിക്കാം. സ്ത്രീധനം കൊടുത്ത് കല്യാണം കഴിക്കുന്ന ഒരു പെണ്ണെന്ന നിലയ്ക്ക് എനിക്ക് അപമാനോ? പ്ലീസ്, നിങ്ങൾക്ക് പോവാം. കുസ്തിക്കാരി, സ്ത്രീധന വിരോധി, അതിനൊപ്പം മറ്റൊരു ദുഷ്പേരൂടെ അവക്ക് കിട്ടി. കോളേജിലെ പിള്ളേരെ അവിടെ അനിയത്തിയെ കളിയാക്കിയപ്പോ അവൾ അവന്മാരെ എല്ലാം എടുത്തിട്ടാണ് പൂശി. കീർത്തിയ പിള്ളേരെ കോളേജിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ ഓടിച്ചിട്ടടിച്ച വീഡിയോ വാട്സപ്പിലും ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഒക്കെ വൈറലായി. ഇനി ഈ നാട്ടിൽ നിന്ന് നിങ്ങളുടെ മോക്കൊരു ചക്കനെ കിട്ടുന്നു തോന്നണില്ല. ഇനി വേണമെങ്കിൽ അടുത്ത ജില്ലയിൽ പോയി ഒന്ന് തപ്പി നോക്കാം. ഇനി എന്താ ചെയ്യാ? ഇനി നിങ്ങൾ തന്നെ പറ, എന്റെ ചേട്ടൻ അറ്റാക്ക് വന്നതിൽ എന്തേലും അത്ഭുതമുണ്ടോ? അച്ഛാ, ഡോക്ടർ എന്ത് പറഞ്ഞു മോളെ? ഞാൻ പെട്ടെന്നങ്ങ് പോവോ? അച്ഛാ, മരിക്കാൻ എനിക്ക് പേടിയുണ്ടായിട്ടൊന്നുമല്ല മോളെ. നിന്റെ കല്യാണം ഒന്ന് നടന്നു കണ്ട പിന്നെ എനിക്ക് സമാധാനത്തോടെ പോവായിരുന്നു. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് കുടുംബജീവിതാ മോളെ വലുത്. ഈ ലക്ഷ്യവും സ്വപ്നങ്ങളൊക്കെ അത് കഴിഞ്ഞേ പാടുള്ളൂ മോളെ. അച്ഛാ, ഒരു റെസ്ലർ എന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കും അച്ഛാ. എന്നെ വിശ്വസിക്കും. നമ്മളെ പോലുള്ള മിഡിൽ ക്ലാസ്സുകാർക്കൊന്നും ഇത് വിധിച്ചിട്ടില്ല മോളെ. നിന്റെ താഴെ ഒരുത്തി ഇവിടെ ഉള്ളതാ. അവളുടെ ജീവിതവും നമുക്ക് നോക്കണ്ടേ? നമുക്ക് ഈ റെസ്ലിംഗ് ഒന്നും വേണ്ട മോളെ. മോൾ എന്തിനാ കരയുന്നേ? നിന്റെ അച്ഛൻ ഗുസ്തിക്ക് പോകണ്ടെന്ന് പറഞ്ഞോണ്ടാണോ? മത്സരത്തിന് പോകാൻ പറ്റില്ല എന്നല്ലേ ഉള്ളൂ. കല്യാണം കഴിച്ചിട്ട് നിന്റെ ഗുസ്തി പിടുത്തം വീട്ടിനകത്താകാലോ. മോക്ക് മനസ്സിലായില്ലേ? കല്യാണം കഴിഞ്ഞാലേ എല്ലാ പെൺകുട്ടികളും ഗുസ്തിക്കാരികളാ. ഓരോ ദിവസവും വീട്ടിനകത്ത് കെട്ടിയനുമായിട്ട് നല്ല ഗുസ്തി പിടിച്ചേ പറ്റൂ. മുത്തശ്ശിയും മുത്തശ്ശനും തമ്മിൽ അങ്ങനെയായിരുന്നോ? പിന്നില്ലാതെ. എന്റെ കയ്യിൽ നിന്ന് ഇടി വാങ്ങി വാങ്ങി മുകളിലോട്ട് യാത്രയായി നിന്റെ മുത്തശ്ശൻ. പാവം. അതുപോലെ തന്നെ നീയായിട്ട് ഗുസ്തി പിടിക്കാൻ നിനക്കായിട്ട് ഒരുത്തൻ വരാതിരിക്കോ മോളെ? ഇനി പെണ്ണ് കാണൽ പരിപാടിക്ക് എന്നെ വിളിക്കണ്ട. അവന്റെ ഒരു കണ്ടീഷൻ. അവൻ പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത്? പെണ്ണിന് ഇവനേക്കാൾ കുറച്ച് പഠിപ്പ് കുറവായിരിക്കണം എന്ന് ആഗ്രഹിച്ചു. അതൊരു തെറ്റാ? ഇവൻ ഒരു 8ാം ക്ലാസ്, അതും ഫെയില്. അത്രയും പഠിപ്പില്ലാത്ത പെൺകുട്ടികൾ ഈ നാട്ടിൽ വേണ്ടേ? ഓരോത്തിന് കൊറോണ വന്ന പിന്നെ +2 വരെ എല്ലാത്തിനെയും പാസ്സാക്കി വിടുകയും ചെയ്തു. നമ്മൾ ഇറങ്ങി അന്വേഷിച്ച് കണ്ടുപിടിക്കണോടാ. എന്റെ പെണ്ണുപിള്ളെ ഞാൻ കണ്ടുപിടിച്ചില്ലേ ചേട്ടാ? ഏടത്തി എത്ര വരെ പഠിച്ചു? വെറും 4ാം ക്ലാസ്, 4th. നിങ്ങളോ? 7th.
എന്റെ ചേട്ടായി സ്കൂളിൽ ഉച്ചക്കഞ്ഞി പദ്ധതി കൊണ്ടുവന്നതിന് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ സ്കൂളിൽ പോകാൻ വേണ്ടിയാ, എന്നിട്ടും പോയില്ലേ? അന്നത്തെ കാലത്തെ 7th ഇന്നത്തെ MBBS തുല്യ. ഒരു കത്രയും ഞാൻ ഓപ്പറേഷൻ ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് അറിയാഞ്ഞിട്ട് ചോദിക്കുക, നല്ല വിദ്യാഭ്യാസമുള്ള പെണ്ണ് കിട്ടിയ അവനെന്താ കുറഞ്ഞു പോകുമോ? വക്കീലെ, പഠിച്ചവളുമാർ 1000 ചോദ്യങ്ങൾ ചോദിക്കും. പഠിക്കാത്തവള് നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രമേ മറുപടി പറയൂ. പഠിച്ചവൾ ഇന്റർനാഷണൽ കാര്യങ്ങൾ വരെ പറയും. പക്ഷെ പഠിക്കാത്തവക്കോ നമ്മുടെ പഞ്ചായത്തിലെ കാര്യം പോലും അറിയില്ല. പഠിപ്പുള്ളവള് കമ്മ്യൂണിസം, സോഷ്യലിസം, മാർക്സിസം അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളെ പറയൂ. പക്ഷെ പഠിക്കാത്തവള് തക്കാളി രസം, മുളക് രസം, പായസം അതൊക്കെയല്ലേ പറയൂ. മൊത്തത്തില് പഠിക്കാത്തവള് നമ്മുടെ അടിമ, പഠിച്ചവളുടെ മുമ്പില് നമ്മൾ അടിമയായിട്ട് കിടക്കണം. അത് മാത്രമല്ല, പെണ്ണും പിള്ളയ്ക്ക് നമ്മളെക്കാൾ പഠിപ്പ് കുറവാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ഇംഗ്ലീഷ് സംസാരിക്കാം. ഇപ്പൊ കാണിച്ചു തരാം. കണ്ടാ ചേട്ടാ, നിങ്ങളിപ്പോ പറഞ്ഞത് ഇംഗ്ലീഷ് അല്ല, ഹിന്ദി. ഹിന്ദിയോ ഇംഗ്ലീഷോ അവൾക്ക് എന്ത് കോപ്പറിയാനാ? വറുത്ത മീൻ മരുന്നുണ്ടോ? അത് നോക്കിയാ പോരെ. ശരി, ആയിക്കോട്ടെ. പഠിപ്പിന്റെ കാര്യം കുഴപ്പമില്ല, മനസ്സിലാവും. മുടിക്ക് നീളം കുറവാന്ന് പറഞ്ഞ് കാണുന്ന പെമ്പിള്ളേരൊക്കെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ എന്റെ വക്കീലെ, പെണ്ണുങ്ങൾക്ക് മുടിയല്ലേ അഴക്. മുടിയില്ലെങ്കിൽ അവള് പെണ്ണല്ല. പെണ്ണുങ്ങളുടെ മുടി എങ്ങനെ ഇരിക്കണമെന്ന് അറിയോ? നല്ല കറുത്തിടതൂർന്ന് തല മുതൽ അരക്കെട്ട് വരെ ഇങ്ങനെ വളർന്നിറങ്ങി പനങ്കുല പോലെ ആടണം. അവളിങ്ങനെ നടക്കുമ്പോ ബാക്ക് സൈഡില് ടങ്ക് ടങ്കെന്ന് ആടിക്കളിക്കണം. എന്ത് മുടി വക്കീലെ? പിന്നെ കാറ്റിൽ പറക്കുന്ന ആ കാർക്കൂന്തൽ മയിൽപീലി പോലെ നമ്മുടെ കവളിൽ ഇങ്ങനെ തഴുകിപ്പോണം. അവളുടെ അടുത്ത് നമ്മൾ കിടക്കുമ്പോ ആ കാർക്കൂന്തലെടുത്ത് നമ്മുടെ മുഖം ഇങ്ങനെ അതുകൊണ്ട് മൂടണം. ആ വാസനയുണ്ടല്ലോ, അതൊന്നും വക്കീലിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. മരുമോനെ, മുടി കൂടുതലുള്ളത് കൊണ്ട് മറ്റൊരു സൗകര്യം കൂടി ഉണ്ട്. നമ്മളോട് എന്തെങ്കിലും കാര്യത്തിന് മെക്കറ്റ് കയറാൻ വന്ന ആ മുടിക്കുത്തിനിങ്ങനെ കറക്കിയെടുത്ത് പിടിച്ച് കാലിനടിയിൽ വെച്ച് ഞെരിച്ച് അവളിങ്ങനെ കറക്കിയെടുത്ത് തറയിലടിക്കാം. അവൾക്ക് പിന്നെ ഓടാനും പറ്റില്ല, ഒളിക്കാനും പറ്റില്ല. മാമ, എനിക്ക് അമ്മായി പോലെ അടക്കം ഒതുക്കുള്ളൊരു പെണ്ണിനെ നോക്കിത്താ മാമ. എന്നാ പിന്നെ നിനക്ക് നിന്റെ അമ്മയെ കെട്ടിക്കൂടാ. 2K കിഡ്സിന് കണ്ടുപിടിക്ക്. പെണ്ണായിരുന്നാ മതി, പൊക്കിക്കൊണ്ട് പോവുക. പക്ഷെ നിങ്ങളാ കെട്ടാൻ പോകുന്നതുകൊണ്ട് ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് തല മൂത്ത് വരച്ചിട്ട് പെണ്ണ് കിട്ടാതിരിക്കുന്നത് കണ്ടില്ലേ? ബ്ലഡി 90s കിഡ്സ്. എന്താ വാള് വെക്കാൻ പറഞ്ഞ? എന്റെ പെണ്ണുപിള്ളിയാണ് വിളിക്കുന്നത്. പെണ്ണുമുള്ള പേടിക്കാണെങ്കിൽ ഓട്ടോ. വക്കീലിന് ഭാര്യ പേടിയാ മാമ. അവരൊന്ന് നോക്കി അപ്പം പുള്ളു. എടാ മോനെ, ഇവന്റെ പെട്ടിയില് നിയമപുസ്തകമാണെന്നാ ഞാൻ വിചാരിച്ചേ. ഇതിപ്പോ ഒരു ബാർബർ ഷോപ്പ് ആണല്ലോ. ഒന്നാം തരം പെൺകോന്തൻ. എന്നാ പോട്ടെ, ഈ മാനം കെട്ടവനോട് കുടിച്ച് നമ്മളെ വേണം തല്ല. ആദ്യം നീ പെണ്ണ് കെട്ട്, അപ്പ അറിയാം. കല്യാണം കഴിഞ്ഞാലും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. താൻ പെറ്റുവെക്കുന്നോ? പെറ്റൊന്നും വേണ്ട. നീ പറഞ്ഞു അതേവിടെ ഒന്നുകൂടെ പറഞ്ഞ. കല്യാണം കഴിഞ്ഞാലും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അങ്ങനെ പറഞ്ഞു ഇത് മതി, പിന്നീട് ആവശ്യം വരും. നാളെ കാലത്ത് അമ്പലത്തിന്റെ അടുത്ത് വെച്ച് യോഗം കൂടുന്നുണ്ട്, ഇങ്ങോട്ട് എത്തിയേക്കണേ. എളവേ, എത്ര നേരം വെച്ചാ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നേ? ആ ദാസു വരുമോ ഇല്ലയോ? ഒന്ന് വിളിച്ചു ചോദിച്ചേ. നാല് ഫാക്ടറി ഓപ്പൺ ചെയ്ത് കുറച്ചു പേർക്ക് ജോലി കൊടുത്ത് നാട് ഡെവലപ്പ് ചെയ്യാന്ന് വെച്ചപ്പോ എട്ടങ്കോലിടാൻ നോക്കല്ലേ? എന്താടാ നിന്റെയൊക്കെ പ്രശ്നം? നാട് നന്നാക്കുന്നൊക്കെ ശരി തന്നെ, അതിന് ഞങ്ങൾ എതിരല്ല. എന്ന് വെച്ച് നാട്ടുകാർ കുളിക്കുകയും കുടിക്കുകയും ചെയ്യുന്ന വെള്ളം മലിനമായ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? നിങ്ങളുടെ ഫാക്ടറി ഒഴുക്കി വിടുന്ന മാലിന്യം കാരണം ഫാക്ടറിയിൽ നിന്ന് മാലിന്യം അല്ലാതെ പിന്നെ സർവത്ത് വരുമോ? എന്താണ് ചിരിക്കുന്നത്? സീരിയസ് ആയിട്ട് ചർച്ച നടക്കല്ലേ? ആളും തരം പറഞ്ഞ് കളിച്ചില്ലെങ്കിൽ നീയൊക്കെ വിവരം അറിയും കേട്ടാ. എന്താ വക്കീലെ? അതെ ദാസേ, കഴിഞ്ഞ ആഴ്ച പുഴയിലെ വെള്ളം കുടിച്ചിട്ടേ 4 പശു ചത്തുപോയി. താൻ അറിഞ്ഞോ? പശുക്കൾ ചത്ത് വല്ല അസുഖം വന്നായിരിക്കും. അതെന്തിനാ എല്ലാം കണക്കി കൂട്ടുന്നേ? ഞങ്ങളുടെ നാട്ടിലെ പാതി പേരും ആ വെള്ളം തന്നെയാ കുടിക്കുന്നേ. ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാ ആര് പറഞ്ഞു? ഒന്ന് ആശുപത്രി ചെന്ന് നോക്ക്. വയറിളക്കവും ഛർദിയും പിടിച്ച് എത്ര പിള്ളേരെ അവിടെ കൊണ്ടുവരുന്നേന്ന്. ആരേലും ചത്തോ? ഇല്ലല്ലോ. വക്കീലേ, ഇതൊരു നടക്ക് പോകുന്ന ലക്ഷണമല്ല. ഫാക്ടറി നമുക്ക് അങ്ങ് പൂട്ടിക്കാം. കേട്ടോ നേതാവേ, താൻ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റാ, അല്ലാതെ ഇന്ത്യയുടെ അല്ല. എടാ ദാസേ, എന്താ ഭീഷണിയാ? വക്കീലേ, കേസ് വായിലേ, നമുക്ക് കോടതി കാണാം. ആരോപിക്കപ്പെട്ട കുറ്റം തെളിയിക്കാൻ തക്കതായ രേഖകൾ കോടതിയിൽ ഹാജരാക്കുന്നതിനായി വാദിഭാഗത്തിന് 1 മാസം സമയം അനുവദിച്ചിരിക്കുന്നു. അതുവരെ ഈ തൊഴിൽശാല പ്രവർത്തിക്കുന്നതിൽ യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാവുകയില്ല എന്ന് ഈ കോടതി ഉത്തരവിടുന്നു.
വക്കീലെ തെളിവുകളൊക്കെ ഹാജരാക്കി കേസ് ഒന്ന് സ്ട്രോങ് ആക്ക്. ആ ദാസത്ര വെടുപ്പല്ല, അവനെല്ലാം ഊടായ്പ അറിയാം. പിന്നെ നമ്മൾ നാണം കെട്ട് പിന്മാറേണ്ടി വരും. ഞാൻ വേണ്ടത് ചെയ്തോളാം. അതെ വീരാ, പോകുന്ന വഴിക്ക് ഒരു കുപ്പി വാങ്ങുന്നു, വണ്ടി നേരെ തോട്ടത്തിലേക്ക് വിടും. മാമ, ഇന്ന് അമ്മയുടെ ഓർമ്മ ദിവസം. ഇന്ന് ഞാൻ കുടിക്കില്ലെന്നറിയില്ലേ? നിന്റെ അമ്മയുടെ കാശ് വാങ്ങിച്ചിട്ടാ ഞാനൊക്കെ കള്ളുകൂടി തുടങ്ങിയത് തന്നെ. അവന്റെ അമ്മയുടെ നിന്ന് മാത്രമല്ല വാങ്ങി കുടിച്ചത്, ചെറിയ മഴയിൽ നിന്ന് വാങ്ങി കുടിച്ചിട്ടുണ്ടല്ലോ. നിന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ചു കുടിച്ചിട്ടുണ്ട്. അതും അറിയാം. അന്ന് നീ ഒരു മൂക്കളച്ചാണ്ടിയാ. വണ്ടി ഇടിച്ചിരുന്ന ഇപ്പൊ എന്റെ ബോഡി ചളങ്ങിയാനെ. ഇൻഷുറൻസ് പോലും ഞാൻ എടുത്തിട്ടില്ല. മുഖത്ത് കണ്ണില്ലേ? ഇറങ്ങടാ ഇങ്ങോട്ട്, ഇറങ്ങടാ. നിന്നെ ഇടിച്ച വണ്ടിയുടെ ബോണറ്റ് ചളങ്ങോളൂടാ. എടാ കുംഭഗണേശ, എടാ രത്നാകര, എത്ര നാളായടാ അളിയാ കണ്ടിട്ട്. അയ്യോ, എന്തുണ്ടോ വിശേഷം? അയ്യോ, നീ എന്താടാ ഇവിടെ? എന്റെ ഫ്രണ്ട് ജോർജ് ഒരു വക്കീലുണ്ട്, അവൻ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. അതെ, എന്റെ ഫ്രണ്ടാ ഗണേശ. 7th വരെ ഞങ്ങൾ ഒറ്റ ബെഞ്ചിലിരുന്നാ പഠിച്ചത്. കേട്ടവരാ, നിന്റെ മാമന് എഴുതി തോറ്റതാ, എന്നിട്ടും എന്ത് ഗമയില. അയ്യോ, നേരെ പോയിട്ട് ഒരുപാട് പറയാനുണ്ട്. ഗണേശ, അന്ന് നീ ഒരു കൊച്ചു അരവിന്ദ സ്വാമി ആയിരുന്നു. ഇപ്പാകെ കറുത്ത് ഇരുണ്ടു പോയല്ലേ. എന്ത് ചെയ്യാനാടാ, വെയിലത്തുള്ള അലച്ചിലല്ലേ. നീ അന്ന് കുഞ്ചാക്കോവനെ പോലെ ഇരുന്നല്ലേ, ഇപ്പൊ ഇച്ചിരി കറുത്ത് പോയെന്നേ ഉള്ളൂ. കേട്ടില്ലടാ? തൊള്ളല് കേട്ടിട്ട് അരവിന്ദ് സ്വാമിയും കുഞ്ചാക്ക പോനെ ഉമ്മർ കണ്ടിട്ടേ ഇല്ലെന്ന് തോന്നുന്നു. എന്നാ വക്കീലെ ഒരു കുശുകുശുപ്പ്? ഒന്നുമില്ല അരവിന്ദ് സ്വാമി, നിങ്ങൾ കണ്ടില്ലേ? ഈ പറമ്പും തോപ്പും കൊള്ളാം. എടാ, ഇതൊന്നും എന്റെ അല്ല, എല്ലാം എന്റെ മരുമോന്റെയാ. അവന്റെ രത്നാകര മരുമോൻ. അവന് ശീലമില്ല. മരുമോനെ, ഒരു കരിക്കൊന്നും കമത്തന്നേ. എനിക്ക് വേണ്ട, നിങ്ങൾ കഴിക്കും. ഒരു ചെറുതൊഴിച്ച് സ്മോള് കുടിക്കുന്നേ. വേണ്ടാന്ന് പറഞ്ഞില്ലേ, വിട്ടേക്ക്. ഇന്നത്തെ കാലത്ത് ഇതുപോലൊരു ചെറുക്കനോ? മരുമോന് കല്യാണം വല്ലതും ആയോ? അത് ഈ ജന്മത്തിൽ നടക്കില്ല. അതെന്താ, ചൊവ്വാദോഷമാണോ? ചൊവ്വാദോഷം മാത്രമല്ല, മുടി ദോഷം, പടുത്ത ദോഷം, അങ്ങനെ ഒരുപാട് ദോഷങ്ങളുണ്ട്. പിടികിട്ടിയില്ല. IIT അല്ല, ITI. നമ്മുടെ കൊച്ചിന് വേണ്ടി ഒന്ന് ആലോചിക്കാമെന്ന് വെച്ചപ്പോ ഇവന്റെ കണ്ടീഷനുമായിട്ട് അങ്ങോട്ട് മാച്ച് ആകുന്നില്ലല്ലോ. അല്ല ഗണേശ, നിന്റെ ഇരിപ്പ് കണ്ടിട്ട് ഏതൊരു പെങ്കച്ചുണ്ടെന്ന് തോന്നുന്നു. പെട്ടല്ലോ. ഉണ്ട്, പക്ഷെ ഇവിടെയല്ല. വേറെ എവിടെ? പാലക്കാട്. പാലക്കാടോ? പാലക്കാടൊന്നും വേണ്ട മാമ. പാലക്കാട് എന്താ പാകിസ്ഥാൻ ബോർഡറിലാണുള്ളത്? അത് കേരളത്തിന്റെ ബോർഡർ അല്ലേ? വണ്ടി കയറി ആഞ്ഞോം ചവിട്ടി 1 മണിക്കൂറിനുള്ളിൽ അവിടെ എത്താം. ജസ്റ്റ് 50 കിലോമീറ്ററേ ഉള്ളൂ. അല്ല, പെണ്ണേതാ? ഏതുവരെ പഠിച്ചിട്ടുണ്ട്? വേറെ ആരുമല്ല രത്നാകര, എന്റെ ചേട്ടന്റെ മോളാ. 7th വരെ പഠിച്ചിട്ടുണ്ട്. 7th പഠിച്ചിട്ടുള്ളൂ? പിന്നെന്താ പഠിക്കുന്നത്? നിങ്ങളുടെ മരുമോന് 8ാം ക്ലാസ് ആന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞങ്ങള് 7th തന്നെ നിർത്തി. അല്ല ഗണേശ, പെണ്ണിന്റെ മുടി ഏതറ്റം വരെ നീളമുണ്ട്? എന്താ രത്നാകര മുടിയെന്നും പറഞ്ഞ് ഇങ്ങനെ വലിച്ചഴയ്ക്കുന്നത്? ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മുടിക്ക് നീളമുള്ളത് പാലക്കാട് ജില്ലയിലുള്ള പെണ്ണുങ്ങൾക്കാ. തല തൊട്ട് കാൽ പാദം വരെ തലമുടി ഇങ്ങനെ കഥകളി ആടും. പക്ഷെ മാസം മാസം വെട്ടണം. അതെന്തിനാ മാസം മാസം വെട്ടുന്നത്? അയ്യോ, വെട്ടിയില്ലേ കാലെ ചുറ്റി വീഴും. കാലെ ചുറ്റായിരിക്കാ. ഗണേശ, നീ ഒരു കാര്യം ചെയ്യ്, ഇന്ന് രാത്രി ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ട് വെളുപ്പാങ്കാലത്ത് നമുക്ക് എല്ലാവർക്കും കൂടി പെണ്ണിനെ പോയി കണ്ടിട്ട് വരാം. അയ്യോ, അതുകൊണ്ടല്ലടാ, നിങ്ങൾ വരുമ്പോഴത്തേന് എനിക്ക് അവിടെ പോയി എല്ലാം അറേഞ്ച്മെന്റ് ചെയ്യണ്ടേ, അതുകൊണ്ടാ. നമ്മൾ ചാടി കയറി അങ്ങോട്ട് ചെന്നാ എന്റെ ചേട്ടന് നെഞ്ചിന് വേദന വരും, പിന്നെ ഈ കല്യാണവും നടക്കില്ല. എന്താ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് നെഞ്ചൂന് വരൂടാ? അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകുകയല്ലടാ. ഞാൻ പോവാ, എനിക്ക് പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതാ. നിങ്ങൾ വെളുപ്പിനെ പാലക്കാട് എത്തിയാല്. പറ്റില്ല പറ്റില്ല പറ്റില്ല, എനിക്ക് ഇത് വെച്ചുകെട്ടി നിൽക്കാൻ പറ്റില്ല. എന്താടി നിനക്കത് വെച്ചാ? നാട്ടിൽ പെണ്ണുങ്ങളൊന്നും ചെയ്യാത്ത കാര്യ? കാണാൻ വരുമ്പോ തന്നെ ഒരുപാട് കണ്ടീഷൻസുമായി വരുന്ന ആളെ എനിക്ക് വേണ്ട. എല്ലാ ആമ്പിള്ളേർക്കും അവർ കെട്ടാൻ പോകുന്ന പെണ്ണിനെ കുറിച്ച് ചില സങ്കല്പങ്ങൾ ഉണ്ടാകുന്നത് സാധാരണയാ. എന്തിന്? നമ്മൾ പെണ്ണുങ്ങള് കെട്ടാൻ പോകുന്ന ചെറുക്കന് സ്വന്തം വീട് വേണം, കാറ് വേണം, ഗവൺമെന്റ് ജോലി വേണം, കൈ നിറയെ സമ്പാദിക്കണം എന്നൊക്കെ ആഗ്രഹിക്കാറില്ലേ? ചുമ്മാ ഓരോന്ന് വിളിച്ച് പറയാതമ്മേ. ഇപ്പൊ ഇത് വെച്ച് നിന്നാ കല്യാണം കഴിഞ്ഞത് വെപ്പുമുടിയാന്ന് മനസ്സിലാക്കില്ലേ? കാറി തുപ്പോ അവര്. എന്റെ മോളെ, 1000 നുണ പറഞ്ഞാണേലും കല്യാണം നടത്താവെന്ന് പറയാറില്ലേ? നമ്മൾ പറയാൻ പോകുന്ന വെറും 2 നുണ. പഠിത്തം കുറവ്, മുടി കൂടുതല്. ചിറ്റപ്പാ, ദേ മോളെ, 7ാം ക്ലാസ് പഠിച്ചവളെ BA MA എന്നൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞ് കെട്ടിക്കുന്ന തെറ്റ്. പക്ഷെ നമ്മളോ BSc പഠിച്ച നിന്നെ 7 വരെ പഠിച്ചോളെന്ന് കുറച്ചല്ലേ പറയാൻ പോന്നേ. അതൊരു കള്ളമല്ല. നീ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഇവൻ പറയുന്നതൊക്കെ കേട്ടിട്ട് ഇതുപോലൊരു നല്ല പയ്യനെ വേറെ എങ്ങും കിട്ടുമെന്ന് തോന്നുന്നില്ല. കല്യാണം കഴിഞ്ഞ് കുറച്ചുനാള് മുന്നോട്ട് പോയി കഴിയുമ്പോ എല്ലാം ശരിയാവും മോളെ. അതെ മോളെ, നിന്റെ അച്ഛന്റെ കാര്യം ഒന്ന് ഓർത്ത് നോക്ക്. ശരിയാ ചേച്ചി, പ്ലീസ് ചേച്ചി ഒന്ന് ഓക്കെ പറ. എന്തെങ്കിലും ചെയ്ത് തൊലക്ക്. മോളെ കീർത്തി,
എല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് അവസാനം ഇത് മറന്നുപോയല്ലോ. ഈ ഫോട്ടോ എങ്ങാനും കണ്ട എല്ലാം കുളവാകും. ചതിക്കല്ലേ ഭഗവാനെ. പോയി അവിടെ കിടക്കും. സമാധാനമായി. കേറി വാ. എന്താ ഗണേശാ, എല്ലാം സെറ്റാക്കിയില്ലേ? എല്ലാം സെറ്റാ. ചേട്ടന് നെഞ്ചിന് വരെ വരത്തേ ഇല്ല. നമസ്കാരം. യാത്രയൊക്കെ സുഖമായിരുന്നോ? സുഖമായിരുന്നു. സരോജിനി, മോനെ സൂക്ഷിച്ച്, ചായ മുണ്ട വീഴും. എടി മോളെ, ഇത്രയും മുടിയോടെ നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ? അല്ല, എന്താ മുത്തശ്ശി പേരക്കുട്ടി ആദ്യമായിട്ട് കാണുന്ന പോലെ? അങ്ങനെയൊന്നുമില്ല. അമ്മയുടെ കണ്ണോപ്പറേഷൻ കഴിഞ്ഞ് ഇന്നലെ കെട്ടഴിച്ചതേ ഉള്ളൂ. അതുകൊണ്ടാ എല്ലാവരെയും ആദ്യമായിട്ട് കാണുന്ന പോലെ. അമ്മ കുറച്ചു നേരം മിണ്ടാതിരിക്കുക. ഈ കുട്ടിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ എവിടാണ് ഓർമ്മ വരാത്ത. നിങ്ങൾ ഇതിനു മുൻപ് പാലക്കാട് വന്നിട്ടുണ്ടോ? ഇല്ല. എന്റെ മോളും പുതുക്കാട് വന്നിട്ടില്ല. അപ്പൊ പിന്നെ കാണാൻ വഴിയില്ല. അല്ല, നേരിട്ട് കണ്ടിട്ടുണ്ടല്ല പറഞ്ഞത്, വേറെ എവിടെയോ മിണ്ടായിരിക്കണ. മോളുടെ പേരെന്താ? കീർത്തി. ഏതുവരെ പഠിച്ചിട്ടുണ്ട്? 7th അല്ലേ? അതെന്തിനാ അവനോട് ചോദിക്കുന്നത്? പഠിച്ചത് കുട്ടിയല്ലേ? പഠിച്ചത് ഇവളാണെങ്കിലും സ്കൂളിൽ കൊണ്ടുവിട്ടിരുന്നത് ഇവനാണ്. അതെ, അത് ശരിയാ. അവൾക്ക് തീരെ ഓർമ്മശക്തിയില്ല. അതുകൊണ്ട് 7ാം ക്ലാസ്സോടെ പഠിത്തം നിർത്തി. അല്ലേ ഏട്ടാ? ഇങ്ങനെ തുറച്ചു നോക്കേണ്ടത് എങ്ങനെയാ? പെണ്ണിന് ഇഷ്ടമായില്ലേ എന്ന് പറഞ്ഞാലേ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റൂ. എന്റെ വക്കിലെ എന്തൊരു ചോദ്യം ഇത്. നിങ്ങൾ ആ മുടി കണ്ടില്ലേ? പാമ്പ് പോലെയല്ലേ നീണ്ടു കിടക്കുന്നേ. നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഓർമ്മ എനിക്കിതേ ഇത്രയായാലും മതിയായിരുന്നു. ഇത് മുട്ടറ്റം വരെ കിടക്കുകയല്ലേ. ഇതല്ലേ വക്കിലെ പെണ്ണ്. എനിക്ക് ഓക്കെയാണ്, എല്ലാം കൊണ്ടും ഓക്കെയാണ്. ഇനിയിപ്പോ എന്തുവാ, ചെറുക്കന് പെണ്ണിനെ ഇഷ്ടമായല്ലോ. ബാക്കി കാര്യങ്ങളൊക്കെ ചൂടോടെ സംസാരിച്ച് ഉറപ്പിക്കുന്നേ. അത്രയ്ക്ക് വലിയ സമ്പാദ്യമൊന്നും എനിക്കില്ല. ഉള്ളത് 2 പെമ്മക്കും തുല്യമായിട്ട് വീതിച്ചു കൊടുക്കും. ഇങ്ങനെ അവിടെ ഇവിടെ തൊടാതെ പറഞ്ഞാൽ എങ്ങനെയാ? ഒരൊറ്റ മോനാ, സ്വന്തം വീടും 20 ഏക്കർ തെങ്ങും തോപ്പും, 10 തലമുറയ്ക്ക് കഴിയാനുള്ള വകയുണ്ട്. പിന്നെ എല്ലാറ്റിനേക്കാളും നിങ്ങളുടെ മോക്ക് അമ്മായപ്പൻ അമ്മായമ്മ നാത്തും പോര്, അങ്ങനെ ഒരു ശല്യം അവിടെ ഉണ്ടാവില്ല. രത്നാകര, ചേട്ടൻ എങ്ങനെ പറഞ്ഞെങ്കിലും ഉള്ള കാര്യം ഞാൻ തുറന്നങ്ങ് പറയാം. 40 പവന്റെ സ്വർണവും 4 ലക്ഷം രൂപയും ഇളയവിടെ കാര്യവും കൂടെ കഴിഞ്ഞ ആണ്ടരി ഇല്ലാത്തോണ്ട് ബാക്കിയുള്ളതല്ല ഇവർക്ക് 2 പേർക്കും തന്നെ ഉള്ളതാണല്ലോ. എന്താ 40 പവനും 4 ലക്ഷം രൂപയോ? എനിക്ക് മാമ ഈ ബന്ധം നമുക്ക് മോനെ ഞാൻ പറഞ്ഞു വന്നത് പറഞ്ഞില്ലേ? മോനെ എന്തായാലും നമുക്ക് സംസാരിച്ച് തീരുമാനമാക്കാം. മോൻ അവിടെ ഇരിക്കേ. പണവും പണ്ടവും പറഞ്ഞ് വിലപേശാനായിട്ട് ഇതെന്താ ബിസിനസ്സാ? കണ്ടില്ലേ തല കുനിച്ച് നിൽക്കുന്ന ആ കുട്ടിയുടെ നിപ്പ് കണ്ടില്ലേ? ഇത്ര അച്ചടക്കമുള്ളൊരു കുട്ടിക്ക് ജന്മം നൽകി നിങ്ങൾ ഭാഗ്യം ചെയ്തോരാ. അതോ ഇന്നത്തെ കാലത്ത്? ശരിക്കും പറഞ്ഞ ഈ കുട്ടിയെ കെട്ടാൻ ഞാൻ അങ്ങോട്ട് ശ്രീധരൻ തരണം. പറഞ്ഞോ, എത്രയാ വേണ്ടത്? എത്ര വേണം? മോനെ ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞ് വഴക്കുണ്ടാക്കില്ലല്ലോ. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? സ്ത്രീധനം വാങ്ങി കല്യാണം കഴിക്കുന്നത് ഒരാണായ എനിക്ക് അപമാനമാണ്. എന്താ മാമ? കല്യാണ വീട്ടിൽ കിടന്ന് ഇങ്ങനെ കുത്തി പറയാൻ നമ്മളെന്താ വടക്കേന്ത്യക്കാരാ? നമ്മൾ തെക്കേന്ത്യക്കാരാണ്. നമ്മൾ നമ്മുടെ സംസ്കാരം കൈവിടരുത്. കാലത്തോടെ ഞാൻ ശ്രദ്ധിക്കുക. വെറുതെ ആ പെണ്ണിനെ നോക്കി പല്ലിടിക്കേ. തെറ്റാണോ മാമ? പിന്നെ തെറ്റല്ലേ? ലോകത്തിൽ ആരെ നോക്കി വേണമെങ്കിലും നമുക്ക് പല്ലിടിച്ച് കാണിക്കാം. എന്നാ കെട്ടിയ പെണ്ണിനെ മാത്രം നമ്മൾ പല്ലിടിച്ച് കാണിക്കരുത്. എന്താന്ന് വെച്ചാ അവള് നമ്മുടെ തലയിൽ കയറി ഇരുന്ന് നിരങ്ങും. അല്ല മാമ, കെട്ടാൻ പോണ പെണ്ണ് എങ്ങനെയൊക്കെ ആയിരിക്കണോന്ന് ഞാൻ ആഗ്രഹിച്ചോ അതെല്ലാം അവളിലുണ്ട്. അതുകൊണ്ട് കണ്ട ഉടനെ ലൈറ്റ് ആയിട്ട് എന്റെ കയ്യിൽ നിന്ന് പോയി. ഇതാണ് സകല കൊന്തന്മാർക്കുള്ള വീക്ക്നെസ്. മോനെ, ഒരു കാര്യം ഞാൻ പറയാൻ ശ്രദ്ധിച്ച് കേട്ടോ. ഈ ഫസ്റ്റ് നൈറ്റ് എന്ന് പറയാറില്ലേ? പെണ്ണുങ്ങൾക്കാണത് ഫസ്റ്റ് നൈറ്റ്. കാരണം അന്നാണ് അവരുടെ ജീവിതം ആരംഭിക്കുന്നത്. പക്ഷെ ആണുങ്ങൾക്ക് അതാണ് അവരുടെ ലാസ്റ്റ് നൈറ്റ്. എന്ന് വെച്ചാൽ അന്നത്തോടെ അവരുടെ ജീവിതം കിസ്ക്. എടാ റിസ്ക്. ഒരു മണ്ണാകട്ടെ അറിയില്ല. കൈ നീട്ടാം. ഇതെന്ത് ചേട്ടാ മാമ? ഇത് സാധാരണ ചരടല്ല. പെണ്ണും പിള്ളയെ അടിമയാക്കി ഭരിക്കാൻ വേണ്ടി കൂടോത്രക്കാരനെ ഓൺലൈനിൽ ഓർഡർ ചെയ്ത ചരടാ. പോയി അവൾ അടിമയാക്കടാ. എന്താ ചിറ്റപ്പതൊക്കെ? ഇത് ദേവീക്ഷേത്രത്തിൽ നിന്ന് മന്ത്രിച്ചു കൊണ്ടുവന്ന ചരടാ. ഒരു കാരണവശാലും അവനോട് നീ ദേഷ്യപ്പെടാൻ പാടില്ല. അതിനാ ഇത് കെട്ടുന്നേ.
ഇതൊന്നും വേണ്ടായിരുന്നു ചിറ്റപ്പ. ദൈവകോപം ഉണ്ടാവും, അങ്ങനൊന്നും പറയില്ല മോളെ. കെട്ടിക്കോടി, ഒരു ചരടല്ലേ. അങ്ങനെ പറഞ്ഞു കൊടുക്കും മുത്തശ്ശി. എന്തിനാ മുത്തശ്ശി ഇത്ര ഹെയർപിൻ? അത് ഫസ്റ്റ് നൈറ്റില് ഭർത്താക്കന്മാരെ കൊലവെറിയിലായിരിക്കും. നിനക്ക് 4 ഹെയർപിനൊന്നും മതിയാവില്ല. മുടി പറഞ്ഞെങ്കിലും പോരും. ഒരു 10-15 കുത്തണം. ചെന്നുടനെ കാലോട്ട് നമസ്കരിക്കേ. എന്തിന്? ഇതൊക്കെ നമ്മുടെ ആചാരങ്ങളല്ലേ മോളെ, ചുമ്മാ ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കാതെ. ഒന്ന് എഴുന്നേറ്റ് നിക്കോ? എന്തിനാ? അല്ല, കാലില്. ഓ, നന്നായി വരും, നന്നായി വരും. കൈയൊക്കെ നല്ല സ്ട്രോങ് ആണല്ലോ. ഇതെങ്ങനെ? അത് ബോൺമേറ്റ്. ഓ, വീട്ടു ജോലിയൊക്കെ ചെയ്യുമായിരുന്നു. വെരി ഗുഡ്. ഇരിക്കെ. എങ്ങനെ ഇപ്പൊ തുടങ്ങ? കീർത്തി, എന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. എന്റെ ചിരി സംസാരമൊക്കെ കാണുമ്പോ ഒരു പാവമായിട്ടൊക്കെ തോന്നും. പക്ഷെ ഞാൻ ഭയങ്കര സീരിയസാ. പെട്ടെന്ന് കലി കയറും, തൊടുകൈ കടിച്ചു കളയും. പിന്നെ റെസ്പെക്റ്റിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു വിട്ടുവീഴ്ചയില്ല. എപ്പോഴും ഏത് സാഹചര്യത്തിലും എനിക്ക് കിട്ടേണ്ട ബഹുമാനം നീ തന്നിരിക്കണം. പിന്നെ ഇപ്പോഴത്തെ പിള്ളേരെ പോലെ പേരെടുത്ത് വിളിക്കുക, വാ പോന്ന് വിളിക്കുക, ചക്കരെ വാടാ പോടാന്ന് വിളിക്കുക, ഇതൊന്നും എനിക്ക് ഒരിക്കലും സെറ്റാവില്ല. അണ്ടർസ്റ്റാൻഡ്? എന്താ വിളിച്ചിരിക്കുന്നത്? മനസ്സിലായെന്നാ ചോദിച്ചേ? അതെ, എനിക്കും എന്നെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അല്ല, എനിക്കിപ്പൊ തന്നെ പറയണം. തുടങ്ങിയതേ ഉള്ളൂ, ഇപ്പോഴേക്കും സകലം മൂടും പോയി. എന്താ, വേറെ ആരെങ്കിലും പ്രേമം ഉണ്ടായിരുന്നോ? അവൻ്റെ കൂടെ നിന്നെ ഞാൻ പറഞ്ഞേക്കണോ? അയ്യോ, അതൊന്നുമല്ല. പിന്നെന്താ? എന്റെ മുടി. മുടിക്കെന്താ? ഒരു കുഴപ്പമില്ലല്ലോ. അല്ല, അത് തന്നെയാ പ്രശ്നം. ഒരു പ്രശ്നമില്ല, നീ വന്നേ. ഒരു മിനിറ്റ്. മുടിയാനായിട്ട് ചിറ്റപ്പനാ. അങ്ങേർക്ക് വിളിക്കാൻ കണ്ട നേരം. എടുക്ക് മോളെ കീർത്തി, നിനക്ക് പരീക്ഷയില്ല, നിന്റെ ഫസ്റ്റ് നൈറ്റാ. ആൻസർ കറക്റ്റ് ആയിട്ട് എഴുതിയില്ലേ റിസൾട്ട് ഫെയിൽ ആകും കേട്ടോ. എന്താ ചിറ്റപ്പി പറയുന്നത്? മിക്കവാറും പെൺകുട്ടികൾ ഫസ്റ്റ് നൈറ്റിലെ തന്റെ ഭർത്താവ് നല്ലവനാണ്, ഓപ്പൺ ടൈപ്പ് ആണെന്ന് വിചാരിച്ച് സത്യമെല്ലാം തുറന്നു പറഞ്ഞ് സ്വന്തം ജീവിതം കുളം തോണ്ടും. ആ തെറ്റ് നീ ചെയ്യല്ലേ? പറയുന്ന മൊത്തം കേൾക്കാൻ നീ എന്തിനാ ഇടയ്ക്ക് കയറി പറയുന്നേ? ഒത്തിരി നാള് കൂടിയാ നിന്റെ അച്ഛൻ ഇന്ന് സമാധാനത്തിൽ ഉറങ്ങുന്നേ. അങ്ങേര് എന്നേക്കോ ഉറങ്ങാൻ ഇടവരുത്തരുതേ. കഴിഞ്ഞു. അല്ല, മുടിയുടെ കാര്യം എന്തോ പറയാൻ വന്നില്ലേ? എന്താ? അല്ല, നിങ്ങൾക്ക് നിറയെ മുടിയുള്ളതാ ഇഷ്ടംന്ന് ഞാൻ കേട്ടു. ചിറ്റപ്പൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് മുടിക്ക് ഷാമ്പു തേക്കുന്നതാണോ ഇഷ്ടം, അതോ കാച്ച എണ്ണ തേക്കുന്നതാണോ ഇഷ്ടം എന്നറിയാൻ. പ്രകൃതി തന്നെ സുഗന്ധം നൽകി ഈ കാർക്കൂന്തലിന് കൃത്രിമ ഗന്ധം എന്തിനാണ് കീർത്തി?
എന്നേ എന്തേത്? മുടി. ഞാൻ പിന്നെ എന്താ ചെടിന്നാ പറഞ്ഞ? എന്താ തല കഴിഞ്ഞു? ഞാൻ തല കഴുകിയായിരുന്നല്ലോ. ഇക്കാര്യത്തിൽ എന്നെ പറ്റിക്കാൻ പറ്റില്ല. പോയി തല കഴുകിട്ട് വാ. ആദ്യരാത്രി കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ട് തല കഴുകാതെ ഇറങ്ങി വന്നിരിക്കുന്നു. ഇങ്ങനെ വേണം തല കഴുകാൻ. ഇനി എന്നും ഇങ്ങനെ വേണം കുളിക്കാൻ. പോ. നമ്മളോടാ പുറത്ത് കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട്. എല്ലാരും നമ്മുടെ പിള്ളേരാ. എന്തെങ്കിലും ഒരു വിഷയം കാണും. ഞാനില്ലാതെ അവരെ എങ്ങോട്ടും പോവില്ല. നമസ്കാരം. എന്താ ചേട്ടാ ഇന്നെവിടെയാ? അതേ സ്ഥലം തന്നെയാ. തീരുന്നില്ലല്ലോ. തീർത്തേക്കാം. വന്ന് കേറ്. വണ്ടി എടുക്കടാ. പെണ്ണും പിള്ളയെ അടിമയാക്കി ഭരിക്കാൻ വേണ്ടി കൂടോത്രക്കാരനെ ഓൺലൈനിൽ ഓർഡർ ചെയ്ത ചരടാ. എന്താ? ഭർത്താവ് ഒരു കാര്യത്തിന് പോകുമ്പോ ഭാര്യ വാതിക്ക് നിന്ന് ചിരിച്ച മൂത്തോടെ ടാറ്റ കാണിക്കണം. അതാണ് പെണ്ണിന്റെ ലക്ഷണം. വന്നിങ്ങോട്ട് ഇറങ്ങി നിൽക്കും. കുറച്ച് ലെഫ്റ്റ്, കുറച്ച് റൈറ്റ്. മുടിയെടുത്ത് മുന്നിലോട്ടിട്. ലൈറ്റായിട്ട് ചിരിക്കും. ഇനി ടാറ്റ കാണിക്ക്. വണ്ടിയെടു. പളനി എന്താ എന്താ വിളിച്ച്? ഈ മാല കൊണ്ടുപോയി ടൗണിലെ കടയിൽ പണയം വെച്ചിട്ട് ഒരു 50,000 വാങ്ങിച്ചോ. എന്നിട്ട് നേരെ എന്റെ വീട്ടിലേക്ക് പോ. കഴിഞ്ഞ മാസം മോന് സ്കൂൾ ഫീസ് അടയ്ക്കാൻ ചേട്ടന്റെ കയ്യിൽ നിന്ന് ഒരു 50,000 രൂപ കടവായിട്ട് വാങ്ങിച്ചിരുന്നു. ചേട്ടൻ വന്ന ഉടനെ ഇത് കൊടുത്തേക്കെന്ന് പറഞ്ഞ് അവളുടെ കൊടുത്തിട്ട് ഈ നാട്ടില് ചേട്ടനെ പോലെ ഒരു നല്ലവനെ മര്യാദക്കാരനെ കാണാൻ കിട്ടില്ല. ചേട്ടൻ ഒരു സന്മനസ്സുള്ളവനാന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കാതെ ഇങ്ങ് വന്നേക്കും. എടാ ഗോപി, ഇങ്ങ് വാ. നീ പള്ളിയുടെ പുറകെ വെക്കോ. അവൻ അവിടെ നിന്ന് ഇറങ്ങി 10 മിനിറ്റ് കഴിഞ്ഞ ഉടനെ എന്റെ വീട്ടുമുറ്റത്ത് ചെന്ന് സാറേ എന്ന് വിളിച്ച് കരയെ. നിന്റെ ഭാര്യയ്ക്ക് പ്രസവ വേദനയാണ്, അർജന്റായിട്ട് ആശുപത്രി കൊണ്ടുപോകാൻ 50,000 രൂപ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞു പറ. അവളപ്പോ എനിക്ക് ഫോൺ ചെയ്യും. ഞാൻ പറയും വീട്ടിൽ കാശിരിപ്പുണ്ടോ എന്ന് നോക്കാൻ. അതിനവള് ഇപ്പോഴാണ് പളനി എന്ന് പറയുന്ന ഒരാൾ വന്ന് കടം വാങ്ങിയ കാശ് തിരിച്ചു തന്നിട്ട് പോയെന്ന് പറയും. ഞാനത് നിനക്ക് തരാൻ പറയും. നീ ആ കാശ് എടുത്തോണ്ട് പണയം വെച്ച മാല തിരിച്ചെടുത്തോണ്ട് നേരെ ഇങ്ങോട്ട് വാ. വിട്ടോ. ശരി. ഇതിലും ഭേദം അണ്ടി ഓഫീസിലെ ഗുഡൌണിലെ പണിയായിരുന്നു. ഗോഡൌണിൽ എഴുതാൻ അണ്ടിക്ക് വലിയ മാർക്കറ്റൊന്നും ഉണ്ടാവില്ല. എന്താടാ നിന്റെ ഉദ്ദേശം? കല്യാണം കഴിഞ്ഞ ആദ്യത്തെ 3 മാസം ഭർത്താവിന് വളരെ ക്രൂഷ്യലായ പീരീഡാ. ഈ കാലയളവിൽ ഭാര്യ നമ്മളെ എങ്ങനെ കാണുന്നോ അതാണ് ലൈഫ് ലോങ്ങിലും. തന്റെ ഭർത്താവ് ഈ നാട്ടിലെ പ്രമാണിയാണ്, അങ്ങേരെ നാട്ടുകാർക്ക് ദൈവത്തെ പോലെയാണ്, ഈ നാട്ടിൽ അദ്ദേഹം ഇല്ലാതെ ഒരു കാര്യം നടക്കില്ല എന്നൊക്കെ വിശ്വസിപ്പിച്ചാൽ മതി. പിന്നെ ജീവിതകാലം മുഴുവൻ കമാന്നൊരു അക്ഷരം വിടില്ല. ചേട്ടന്റെ വൈഫ് ക്ലീൻ ബൗൾഡ്. ഇതൊന്നും പോരാ. ഭാര്യ എന്ന ബാറ്റ്സ്മാന് തുടരെ യോർക്കർ എറിഞ്ഞുകൊണ്ടേയിരിക്കണം. ഹലോ, സാറിന്റെ അവിടെ MLA-ക്ക് എന്തോ പറയാനുണ്ടെന്ന്. ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്ക. മൊബൈൽ നമ്പർ പറയട്ടെ? വേണ്ട, ലാൻഡ് ഫോണിൽ മാത്രമേ MLA സംസാരിക്കൂ. വരുന്ന 10-ാം തീയതി ഞങ്ങളുടെ ടെക്സ്റ്റൈൽസിന്റെ ഉദ്ഘാടനമാണ്. സാറ് വേണം നാട മുറിക്കാൻ. ശരി, ഞാൻ പറഞ്ഞേക്കാം. സാറ് ഭയങ്കര ബിസി അല്ലേ? മേഡം ഡേറ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്ക്. ഹലോ, ഐ എം ബാങ്ക് മാനേജർ മിസ്റ്റർ രാഹുൽ സ്പീക്കിംഗ്. I want to speak Mr. Veera. Where are your husband? Hi, I'm Kirti, his wife. He's not at home at the moment. I think he'll return in next 30 minutes, but
May I know what is the cause and which bank it is? ഫിനിഷിംഗ്. Hello? നിന്റെ പേര് 7ാം ക്ലാസ് വരെ പഠിച്ചു എന്നല്ലേ പറഞ്ഞ? അതെ, എന്താ? അല്ല, ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ് അവൾക്ക് മനസ്സിലായിട്ടില്ല. ഇനി മതിയടാ, നിർത്ത്. പാവം പേടിച്ചു പോകടാ. ഇനി ഒരേ ഒരു കാര്യം കൂടി, അവള് തകർന്നു പോകുന്നൊരു പണിയായിരിക്കണം. മണി, ഈ നോട്ടീസും വെച്ചോണ്ട് ഒരു അമ്പല കമ്മിറ്റിക്കാര് ഡൊണേഷൻ ചോദിച്ചോണ്ട് ഇതിലെ നടപ്പുണ്ട്. കാലത്ത് അവരോട് എന്റെ വീട്ടിലോട്ട് വരാൻ പറ. അവരുടെ വെക്കില്ലേ? നാണോല്ലടാ നിനക്ക്? നമ്മളെന്താ പിച്ചെടുക്കാൻ വന്ന? സംഭാവന പിരിക്കാൻ വേണ്ടി വന്നല്ലേ? എന്നിട്ട് അമ്മാന്ന് വിളിച്ച് പോവാ. ഇതുപോലെ കിടന്ന് കാരണോണ്ടാ 5ഉം 10ഉം പിച്ചക്കാശിനകത്ത് വന്ന് വീഴുന്നത്. ഒരക്ഷരം വേണ്ടി പറഞ്ഞു. അപ്പാ, അമ്മ, ആരാ? അങ്ങനെയില്ല അമ്മ. കുളിക്കാണല്ലോ, എന്താ കാര്യം? ഈ വരുന്ന വെള്ളിയാഴ്ച കുളക്കുഴി കാളിക്ഷേത്രത്തിലെ ഉത്സവാ. അമ്മ വേണം അങ്ങനെയോട് പറഞ്ഞ് നല്ലൊരു സംഭാവന വാങ്ങിച്ചു തരാം. ഇതാ നോട്ടീസ്, അങ്ങനെയൊന്ന് കാണിക്ക്. അതെ, ഡൊണേഷൻ ചോദിച്ച് കുറച്ചു പേര് വന്നിരിക്കുന്നു. 1 ലക്ഷം രൂപ ക്യാഷ് വെച്ചിട്ടുണ്ട്, അതെടുത്ത് കൊടുത്തേക്ക്. 1 ലക്ഷോ? അതെടി. ഡൊണേഷൻ ഒക്കെ എന്തിനാ അത്രയും കൊടുക്കുന്നേ? കൊടുക്കുന്നത് കണക്ക് നോക്കുന്ന ശീലം എനിക്കില്ല. പറഞ്ഞു ചെയ്. ഇതാ. ഇതെന്തത്? പഴയ പേപ്പറാണോ സംഭാവന തരുന്നത്? അയ്യോ, ഇത് 1 ലക്ഷം രൂപയുണ്ട്. 1 ലക്ഷം? അയ്യോ, 1 ലക്ഷം ഉണ്ടല്ലോ. ആരാ മഹാത്മാവ്? എന്റെ ഹസ്ബൻഡാ. അപ്പൊ മറക്കാതെ ആ മഹാത്മാവിനെ ഉത്സവത്തിന് കുത്തിക്കൊണ്ട് പറഞ്ഞേ. ശിങ്കാരി മേളത്തിന്റെ അകമ്പടിയോട് ഞങ്ങൾ അദ്ദേഹത്തിന് ഒരു വരവേൽപ്പ് കൊടുക്കുന്നുണ്ട്. എന്നാ ബൈ ബൈ, ടാറ്റ, വരില്ലടാ. ജഡ്ജ് ഭയങ്കര സ്ട്രിക്റ്റാ. നമുക്കെതിരായിട്ടുള്ള തെളിവുകൾ അവർ ഹാജരാക്കിയ അവസാനം ഫാക്ടറി അടച്ചു പൂട്ടേണ്ടി വരും. അതുകൊണ്ട് കോടതിക്ക് വെളിയിൽ വെച്ച് സംസാരിച്ച് തീർപ്പാക്കുന്നതാണ് നല്ലത്. എന്ത് കോപ്പാടി, ചോറിൽ കല്ല് കിടക്കുന്ന കണ്ടില്ല നീ? ചേട്ടനൊന്ന് സമാധാനിക്കേ. ഇതുവരെ ആ വീരൻ ഒറ്റാന്തടിയായിരുന്നു. ഇപ്പൊ പെണ്ണ് കിട്ടിയില്ലേ, നമുക്ക് അവന്റെ പെണ്ണും പിള്ളേങ്ങ പോക്കാം. അവളെ ഏത് നാട്ടുകാരിയാ? പോട്ടെ. ഇതെന്താ മുടിയിൽ ഇത്രയും വെള്ളം? ഇപ്പൊ കുളിച്ച് വന്നേ ഉള്ളൂ. തോർത്തണം. എപ്പോ? ജലദോഷം പിടിച്ചു കഴിഞ്ഞതിന് ശേഷോ? വാ, വന്ന് തലതോർത്ത് വാ. ഞാനും വന്നപ്പോ തൊട്ട് നോക്കുക, നിനക്ക് ഈ മുടിയുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. നിന്റെ അമ്മയും മുത്തശ്ശി ഒന്നും പറഞ്ഞു തന്നിട്ടില്ലേ? മുടി വളർത്തുന്ന വലിയ കാര്യമൊന്നുമല്ല, അത് മെയിൻറ്റെയിൻ ചെയ്യണം. അതിലാണ് കാര്യം. അല്ലെങ്കിലേ മുടി കൊഴിഞ്ഞു പോകും. വരുന്നടാ, ഒന്ന് വെയിറ്റ് ചെയ്യ്. കോലം നന്നായിട്ടുണ്ട് കേട്ടോ. എന്താടാ നീക്ക് കാണിച്ചേ? കോലം മുഴുവൻ നാശം ഇത് കണ്ടില്ലേ? കോലിടുന്നത് വീട്ടിന് മുമ്പിലാണോ? കോലം വീടിന്റെ മുൻവശത്തല്ലാതെ പിന്നെ പിന്നാമ്പറത്തേടാ. നിന്റെയൊക്കെ വീട്ടിൽ പോയി കളിക്കടാ. ബോൾ തരാൻ സൗകര്യമില്ല. പോവാനല്ലേ പറഞ്ഞേ? നേരം വെളുക്കുന്നതിന് മുമ്പ് ഒരു കളി. ഹലോ, ഞാനും എന്റെ ഫ്രണ്ട്സ് ഉച്ചയ്ക്ക് ഇങ്ങോട്ട് ഫുഡ് കഴിക്കാൻ വരുന്നുണ്ട്. നല്ല കോഴിക്കറി വെക്കണേ. എനിക്ക് കോഴിക്കറി ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. ഹലോ ഹലോ, നിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടുന്നു വിചാരിച്ചു. എന്നെ വെറുതെ ഓടിക്കല്ലേ.
കോഴിയെ പിടിച്ചായിരുന്നു ചേച്ചി. പിടിച്ചരാണെങ്കിൽ ബോള് തിരിച്ചു തരുമോ? എന്നിട്ടമ്മേ ഇനി ടൊമാറ്റോ ഇട്ടു ടൊമാറ്റോ ഇട്ടു. വേറെന്തൊക്കെയാ ഇട്ടത്? വെളുത്തുള്ളി ഇട്ടു, കരിവേപ്പില ഇട്ടു, പച്ചമുളക് ഇട്ടു. അതിനുശേഷം ഇപ്പൊ ടൊമാറ്റോ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് മതിയില്ല അമ്മേ? നന്നായിട്ടൊന്ന് വഴറ്റി. ശരി, ബാക്കി ഞാൻ ചെയ്യാം. വിരുന്നുകാരെങ്കിലും വരുന്നുണ്ടോ ചേച്ചി? ഇല്ലടാ. പിന്നെന്തിനാ ഇത്ര കോഴിക്കറി വെക്കുന്നേ? ഉച്ചയ്ക്ക് കഴിക്കാൻ ഫ്രണ്ട്സുമായിട്ട് വരുന്ന പറഞ്ഞിട്ടുണ്ട്. മാമന്റെ ഫ്രണ്ട്സിനാണോ ഉണ്ടാക്കണേ? അതേടാ. ഇതറിഞ്ഞെങ്കിൽ ഞങ്ങൾ കോഴിനെ പിടിക്കില്ലായിരുന്നു. എഴുന്നേക്കടാ. എന്താടാ? ഞങ്ങൾക്ക് കണ്ടൂടാ. മുതിർന്നവർ അങ്ങനൊന്നും പറയാൻ പാടില്ല. ആരാ മുതിർന്നവര്? എല്ലാം തലതെറിച്ചവന്മാരാ. എന്തൊക്കെയാണ് ഈ പറയുന്നത്? പ്രശ്നങ്ങൾ പറഞ്ഞിരിക്കാനെന്ന് പറഞ്ഞ് ഓരോ സ്ഥലങ്ങളിലേക്ക് അങ്ങ് പോകും. എന്നിട്ട് ഇവന്മാർ അവിടെ ചെന്നിട്ടേ ഉള്ള പ്രശ്നത്തിന് ഇരട്ടിയാക്കിയിട്ട് വരും. എവിടെ പോയാലും അലമ്പുണ്ടാക്കും. ചില സ്ഥലത്തുനിന്ന് അടിയും വാങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും സ്കൂൾ ഗ്രൗണ്ടിൽ കബഡി കളിച്ചോണ്ടിരിക്കുക. അവർക്ക് വേണ്ടിയാണോ കോഴിക്കറി ഉണ്ടാക്കിയത്? കോഴിക്കറി വെക്കാൻ പറഞ്ഞിട്ട് കഴിക്കാൻ വന്നില്ലെന്നോ? അവൻ വരാത്തോണ്ട് നീയും കഴിച്ചില്ല അല്ലേ? എടി കൊച്ചേ, കെട്ടിയന്മാര് വന്ന് കഴിച്ചിട്ട് നമ്മള് കഴിക്കാൻ നിന്നാലേ ജീവിതകാലം മുഴുവൻ നമ്മൾ പട്ടിണി കിടക്കേണ്ടി വരും. അവന്മാരെവിടെന്നെങ്കിലും ഞണ്ണീച്ച് വരും. നീ നോക്കിയിരിക്കുന്ന എത്രയൊക്കെ സ്വത്ത് മുതലുണ്ടേലും വേലയ്ക്കും കൂലിക്കും പോവാതെ എത്രയെന്ന് വെച്ചാ വീട്ടിൽ ഇരുന്ന് തിന്നുന്നേ. ഉള്ളതിപ്പാതി ഇപ്പൊ തന്നെ പോയി. ഇനി മിച്ചമുള്ളത് ഈ വീടും ആ തോപ്പുവാ. അതും കൂടി കൈവിട്ട് പോകാതെ നോക്കേണ്ടത് നിന്റെ കടമയാ മോളെ. അവൻ കുഞ്ഞുനാള് മുതലേ തന്തയും തള്ളയില്ലാതെ തനിച്ച മോളെ വളർന്നത്. നല്ലത് പറഞ്ഞു കൊടുക്കേണ്ട മാമനും അവനെ വഴിപഴപ്പിച്ചു. മോള് വേണം അവനെ ഇനി നേർവഴിക്ക് കൊണ്ടുവരാൻ. 30 വർഷമായിട്ട് ഊര് തണ്ടി നടന്ന യുവമാരെയൊക്കെ നമ്മുടെ തലയിൽ കെട്ടിവെച്ചിട്ട് ഒരു പെണ്ണ് വന്ന് കയറിയ യുവമാര് നന്നാവെന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതം തൊലച്ചിവിടുത്തെ അമ്മായിമ്മമാര്. യുവമാരൊക്കെ നേരെയാക്കലാണ് നമ്മുടെ പണി. ഇതിനു വേണ്ടിയാണ് നമ്മുടെയൊക്കെ തള്ളമാര് നമ്മളെ പെറ്റത്. പിന്നല്ല 30 വർഷമായിട്ട് മക്കളെ നന്നാക്കാൻ കഴിയാത്ത തള്ളമാരൊക്കെ ഇടിച്ച് പിഴിഞ്ഞ് എപ്പോ നോക്കിയാലും കൂട്ടുകാരുടെ കൂടെയാ. ഒരു 10 പൈസക്ക് പോലും പ്രയോജനമില്ലെന്നേ. മൂക്കറ്റം കുടിക്കുകയും ചെയ്യും. ആർക്കും ജോലിയും കൂലിയും ഒന്നുമില്ലെങ്കിൽ അപ്പൊ ദിവസം കുടിക്കാനുള്ള കാശ് മോളെ കാശ് കയ്യിലില്ലേലും കടം വാങ്ങിച്ചു കുടിച്ചോളൂ. അല്ലേടാ ചേട്ടനെന്താ ഭാര്യ എടുത്ത വെറുപ്പ്? എന്ന് ആര് പറഞ്ഞു? എല്ലാ ആണുങ്ങൾക്കും ഭാര്യമാരെ ഒരുപാട് ഇഷ്ടാ. അതായത് അന്യന്റെ ഭാര്യ. മര്യാദയ്ക്ക് ആട് മേയ്ക്കാൻ അറിയാത്തവന്മാരെ ആനയെ മേയ്ക്കാൻ പോകുന്ന കഥ പറയുന്നേ. വാചോടിക്കുമാർക്ക് ഒരു കുറവില്ല. നമ്മളൊക്കെ പണിക്കിറങ്ങിയ കുടുംബകലഹം ഉണ്ടാവില്ലേ? അതോർത്താണ് മതില് കാണാൻ പോവാത്തത്. ഇത്രയൊക്കെ വാച കഴിക്കുന്നുണ്ടല്ലോ. കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന വേദന അറിയോ ഇവന്മാർക്ക്? ഇവളുമാരുടെ വേദന ആ ഒറ്റ ദിവസേ ഉള്ളൂ. എന്നാ കുഞ്ഞിനെ വളർത്തി വലുതാക്കാൻ നമ്മൾ അനുഭവിക്കുന്ന ഒരു വേദന ഉണ്ടല്ലോ, അതോടെ തമ്പുരാന് പോലും അറിയാം. ഓ പിന്നെ ഒരു ദിവസമെങ്കിലും അവനവന്റെ പിള്ളേരുടെ കുണ്ട് കഴുകി കൊടുത്ത് കുളിപ്പിച്ചിട്ടുണ്ടോ ഇവന്മാര്? പണ്ട് കാലത്ത് ഞങ്ങളുടെ അമ്മൂമ്മയ്ക്ക് വീട്ടുപണിയും കഴിഞ്ഞ് പാടത്തെ പണി എടുത്തോണ്ട് 10 മക്കളെ പെറ്റു വളർത്തി ആളാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഒറ്റപ്പാറ. അതിനെ വളർത്താൻ കെട്ടിയോന്റെ സഹായം വേണം പോലും. പോരാത്തതിന് വീട്ടിൽ തുണിയിലക്കാൻ മെഷീൻ, മാവാട്ട മെഷീൻ, ചമ്മന്തി അരയ്ക്കാൻ മെഷീൻ. മെഷീന്റെ സ്വിച്ച് ഇടുന്ന ഒരു പണിയാ. അതുകൊണ്ടാണ് പറയുന്നത്, ആണുങ്ങൾക്ക് പണിയുണ്ടെങ്കിലും ഇല്ലെങ്കിലും വെളുക്കുമ്പോ തന്നെ വാണം വിട്ട പോലെ വീട്ടിൽ നിന്ന് പോയേക്കണം. കാലത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നവൻ രാത്രിയിൽ സീരിയലെല്ലാം കഴിഞ്ഞിട്ടേ വീട്ടിൽ കയറി വരാവൂ. അതാണ് ആണുങ്ങളുടെ ലക്ഷണം. കാലത്ത് കുളിയും കഴിഞ്ഞ് ഉടുത്തൊരുങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നവന്മാരെ എവിടേക്കാ പോകുന്നതെന്ന് അവന്മാർക്ക് പോലും അറിയില്ല. കുടുംബനാഥെന്ന് പേര് മാത്രമേ ഉള്ളൂ. അലമാരയിൽ തുണി വെക്കാൻ നമുക്ക് സ്ഥലമുണ്ടോ? ഓണത്തിനും വിഷുവിനും കാതുകുത്തിനും കല്യാണത്തിനും സാരികൾ എടുത്തിങ്ങനെ അടുക്കി വെക്കല്ലേ. പക്ഷെ ഇവളുമാര് ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ദരിദ്രവാസികളെ പോലെ 24 മണിക്കൂറും കീറിപ്പറഞ്ഞ നൈറ്റ് ഇട്ടിട്ടേ നടക്കൂ. ഉള്ളതേട്ടാ, ഈ കല്യാണങ്ങൾക്കല്ലാതെ എവിടെ പോവാണെങ്കിലും നൈറ്റ് മാത്രമേ ഇടൂ. ഒരുമാതിരി ഗ്യാസ് ഊറ്റിക്ക് തുണി ഊറ്റിയ പോലെ. അതൊക്കെ കണ്ട എങ്ങനെ ചേട്ടാ മൂട് വരിക? രാത്രി വീട്ടിൽ ചെന്ന് കയറുമ്പോ സാരിയൊക്കെ കൊടുത്ത് കുറച്ച് മുല്ലപ്പൂക്കെ ചൂടി ഒരുങ്ങി നിന്നാലേ എന്തെങ്കിലുമൊക്കെ തോന്നൂ. നമ്മുടെ മുത്തച്ഛന്മാര് 12 പിള്ളേരുണ്ടാക്കാൻ കാരണം എന്താ? സാരി. സാരിയാണടാ ലോകത്തിലേക്ക് വെച്ച ഏറ്റവും സെക്സി ഡ്രസ്. പക്ഷെ ഇവര് സാരി ഉടുക്കാറില്ലല്ലോ. ഉടുത്തൊരുങ്ങി നിന്നാ എന്താ? സാരി ഉടുത്തൊക്കെ നിന്നേച്ചാലും മതി. ഏതാണ്ട് കാര്യമായിട്ടങ്ങ് ചെയ്യും പോലും. ഒരു കുഞ്ഞിനെ പെറാൻ വേണ്ടി ഞാൻ പെട്ട പാട് എനിക്ക് മാത്രമേ അറിയൂ. യുവമാർക്കൊക്കെ ഈ നൈറ്റ് തന്നെ കൂടുതലാ. ഒരു കാര്യമില്ലെങ്കിലും ഇളമാരെ കണ്ണുരുട്ടി നോക്കിക്കോണം. അവര് കണ്ണുരുട്ടി നോക്കിയാ നമ്മൾ അതിന്റെ അപ്പുറത്തെ നോട്ടം നോക്കിയേക്കണം. കാര്യങ്ങൾ ഒന്നും ഇല്ലെങ്കിലും വെറുതെ അവരെ അടുത്ത് വിളിച്ച് ഒറ്റടിക്ക് ചെവിക്കല്ല് പൊളിക്കണം. അവന്മാര് ഒരടി അടിച്ചാൽ നമ്മൾ 2 അടി തിരിച്ച് അങ്ങോട്ട് കൊടുത്തേക്കണം. ആകെ മൊത്തത്തില് പെണ്ണുങ്ങളെ സ്നേഹിച്ച് പരിധിക്ക് വരുത്താന്ന് വിചാരിക്കണ്ട, തല്ലി നേരെയാക്കാം. അവന്മാരെ സ്നേഹിച്ച് നേരെയാക്കാന്ന് വിചാരിച്ചാൽ ഈ ജന്മത്ത് നടക്കില്ല. ചെരുപ്പ് കൊണ്ട് അടിച്ച് നന്നാക്കണം. എടി വാടി പോടി. എല്ലാത്തിനും കാരണം നിന്റെ കെട്ടിയോന്റെ അമ്മാവനാ. അയാളുമായിട്ടുള്ള കൂട്ടുകെട്ട് നിർത്തിക്കുന്നതാ നിനക്ക് നല്ലത്. എടാ മോനെ, നിന്റെ ഫോൺ തന്നെ. എന്തിനാ മാമ? നിന്റെ പെണ്ണുമ്പിള്ളേനൊന്ന് വിളിക്കട്ടെ. സംസാരിക്കും. ഇപ്പൊ എന്ത് പറയാനാ? കോഴിക്കറി എടുത്തൊന്ന് ചൂടാക്കി
പഞ്ഞി പോലത്തെ 5-6 ഇഡലി ഉണ്ടാക്കി വെക്കാൻ പറ. നീ അവിടേക്ക് ചെല്ലുമ്പോഴേക്കും ചൂടിഡലിയും കോഴിക്കറിയും പ്ലേറ്റിലെടുത്ത് വെച്ചിട്ടുണ്ടാവും. എടുക്കുന്നില്ല മാമ. എന്തോന്നും ഇഡലിയാ? ഫോൺ എടുക്കുന്നില്ല മാമ. ഇത് വണ്ടി നിർത്തടാ. എന്തിനാ നിർത്താൻ പറഞ്ഞേ? ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞാടാ പെണ്ണും പിള്ളയോട് കൊഞ്ചു കുഴയരുത്, സ്ട്രിക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യണമെന്ന്. നീ കേട്ടാടാ? ഞാൻ സ്ട്രിക്റ്റ് ആണ് മാമ. സ്ട്രിക്റ്റ് ആണെങ്കിൽ ഫോൺ എടുത്തേനല്ലോ. എന്നാ പിന്നെ ഒന്നുകൂടെ വിളിച്ചേ. ഭർത്താവിന്റെ ഫോണിൽ നിന്ന് കോള് വന്നാ ഫസ്റ്റ് റിംഗിൽ എടുക്കുന്നവളാണ് യഥാർത്ഥ ഭാര്യ. ഇത്രയും റിംഗ് അടിച്ചിട്ടും എടുക്കുന്നില്ലെങ്കിൽ അവൾക്ക് നിന്നെ വിലയില്ലടാ. അവൾ അങ്ങനൊന്നും അല്ല മാമ. നിനക്ക് മനസ്സിലാവാഞ്ഞിട്ടാ. ഇപ്പൊ തന്നെ വീട്ടിലേക്കെന്ന് ഭാര്യ കൺട്രോളിലാക്ക്. ഇല്ലെങ്കിൽ ഇറച്ചിക്കടക്കാരൻ ബീരാന്റെ പോലെ നിന്റെ ജീവിതം കട്ടപ്പക. ഇങ്ങോട്ടാ മാമ. ഞാൻ കേറിയിട്ടാ. കീർത്തി, 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 കഥ തുറക്കടി. ഇവളെ ഇന്ന് ഞാൻ എന്താ അടുക്കള വാതിലൂടെ വരുന്നേ? മുൻവാതില് നീ തുറന്നിരുന്നെങ്കിൽ പിൻവാതിൽ വഴി ഞാൻ വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഓ, വൈകിയതുകൊണ്ട് ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി. നിക്ക്, ഞാൻ കഴിക്കാൻ എടുത്തു തരാം. മാമൻ പറഞ്ഞത് ശരിയാ. ഇവളെ ഇങ്ങനെ ഡീൽ ചെയ്താ പോരാ. വാ, വന്ന് കഴിക്ക്. എന്താ ഇത്? ചോറ്. ചോറല്ല, പഴഞ്ചോറ്. എവനെങ്കിലും രാത്രി വെള്ളം അടിച്ചിട്ട് വന്ന് പഴഞ്ചോറ് കഴിക്കോടി. കുടിച്ചിട്ടുണ്ടോ? ഭർത്താവ് രാത്രി ലേറ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ കുടിച്ചിട്ട് വരുന്നു എന്നാണ് അർത്ഥം. അതൊന്നും ഭാര്യമാര് ചോദിക്കാൻ പാടില്ല. ഓ, ഭാര്യമാര് ചോദിക്കാതെ പിന്നെ ആരാ ചോദിക്കാ? ഭാര്യയോട് മറുപടി പറയുന്ന ആണോടി ഭർത്താവിന്റെ ജോലി? രാവിലെ മുതൽ അത് തന്നെ ചെയ്തോണ്ടിരുന്ന എന്റെ മറ്റു പരിപാടികളൊക്കെ ആരെയും. അല്ല, എന്താണ് ഈ മറ്റു പരിപാടി? മറ്റു പരിപാടി എന്താണെന്നോ? ഭർത്താവ് എന്ന് പറഞ്ഞ ആരാന്നറിയോ? രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് രാത്രി തിരിച്ചു വരുന്നവരെ എത്ര പേരെ കാണുന്നു, എത്ര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു, അടിയുണ്ടാക്കുന്നു. ഓരോ ദിവസവും ഓരോ യുദ്ധങ്ങളാണ് ആണുങ്ങൾക്ക്. അങ്ങനെ നോക്കിയാ യുദ്ധം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവിന് ഓരോ രാത്രിയിലും ഭാര്യമാര് ആരതി ഒഴിഞ്ഞ് തിലകം ചാർത്തണം. ആർക്ക്? വല്ലയിടത്തൊക്കെ തെണ്ടി തിരിഞ്ഞിട്ട് വരുന്ന ഭർത്താക്കന്മാർക്കോ? എന്ത് തെണ്ടി തിരിഞ്ഞിട്ടോ? അറിഞ്ഞു ഞാൻ. നിങ്ങളെ പറ്റി, നിങ്ങളുടെ കൂട്ടുകാരെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞു ഞാൻ. എല്ലാന്ന് വെച്ചാ? എല്ലാന്ന് വെച്ചാ എല്ലാം. എങ്ങനെ? അതൊക്കെ അറിഞ്ഞു. ഓ, വന്ന് കേറിയപ്പോ തന്നെ പൈവർക്ക് തുടങ്ങിയല്ലേ? പയ്യോ? അതെ, ഭർത്താവ് എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു ആളെ വെച്ച് കണ്ടുപിടിക്കുന്നത്. സ്പൈ ആയിരുന്നു. എടി ഭാര്യയെ, എന്നെ കുറിച്ച് നീ എന്തൊക്കെയാണോ അറിഞ്ഞത് അത് തന്നെയാ ഞാൻ. കാര്യങ്ങൾ മനസ്സിലാക്കി അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നോക്ക്. ഇനി അതല്ല, ചോദ്യങ്ങൾ ചോദിക്കാനും എന്നെ തിരുത്താനുമാണ് ഉദ്ദേശമെങ്കിൽ എന്താടി നോക്കുന്നത്? പല കെട്ടിയവന്മാരും ഒരു കാരണമില്ലാതെ ഭാര്യമാരെ തല്ലുന്നു. പക്ഷെ ഞാൻ കാരണം ഉണ്ടെങ്കിൽ മാത്രമേ തല്ലൂന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുക. എന്റെ കൈക്ക് പണിയുണ്ടാക്കല്ലേ. എന്റെ അടുത്താ കളി. എന്താ കേസ്? കനാല് നവീകരണത്തിനായി ഗവൺമെന്റിൽ നിന്ന് അനുവദിച്ച 15 ലക്ഷം രൂപയുടെ ഫണ്ട് ഒരു പണിയും ചെയ്യാതെ നിങ്ങൾ കൈക്കലാക്കിയെന്ന് ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. എടോ, ഈ പറഞ്ഞ ഫണ്ട് തന്നെ ഇതുവരെ സാങ്ഷൻ ആയിട്ടില്ല. എന്നിട്ടാണ് അടിച്ചു മാറ്റി കൈയിട്ട് വാരി എന്നൊക്കെ പറയുന്നത്. നാണയില്ലേ? കഴിഞ്ഞ മാസം തന്നെ ഫണ്ട് വന്നു, നിങ്ങൾ അത് കൈക്കലാക്കി ക്ലർക്ക് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ രേഖയും ഹാജരാക്കിയിട്ടുണ്ട്. എന്താ മാമ, എന്താ പ്രശ്നം? നമ്മുടെ ക്ലർക്കിനെ കയ്യിലെടുത്ത് ആരോ കളിക്കുന്ന കളിയാ. അതാരാ മാമ? പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞ ഇങ്ങനെയൊക്കെ തന്നെയാ. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ പിടിച്ചോണ്ട് പോവാ. നീ വക്കീലിനോട് പറഞ്ഞ് ജാമ്യത്തിനുള്ള ഏർപ്പാട് വാടോ. എവിടെടി നിന്റെ കെട്ടിയോൻ? ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്ക.
പുതുമണവാട്ടിയാ നിന്നെ വീട്ടിലിരുത്തിയിട്ട് അവൻ പുറത്ത് എവിടെ മേയാൻ പോയതാടി? കാണാൻ ഇത്തിരി വലിഞ്ഞാണെങ്കിലും ആളൊരു കട്ട ചരക്കാണല്ലോടാ. നിന്നെ കെട്ടാൻ പാലക്കാട് വേറെ ആമ്പിള്ളേരില്ലായിരുന്നോടി. എന്തിനാടി ഈ മണവണാഞ്ചനെ കെട്ടിയത്? ഓ കുട്ടി പാലക്കാടാണ്. ഞാൻ നിങ്ങളുടെ പാലക്കാട് വന്ന് 5 പെണ്ണ് കണ്ടുണ്ട്. ഒന്നും ശരിയായില്ല. നിനക്ക് ഓക്കേണാ? അതെന്നാ ചോദ്യവാ? ആന്റി ഓക്കെയാന്നേ. എടി കൊച്ചേ, കോടിക്കണക്കിന് ചെലവാക്കിയാ ഞാൻ ആ ഫാക്ടറി ഉണ്ടാക്കിയത്. അത് അടച്ചു പൂട്ടിക്കാൻ നിന്റെ കെട്ടിയോനും പ്രസിഡന്റ് കൂടി ഇറങ്ങിയിരിക്കുക. കളിയാരോടാണെന്ന് അവന്മാർക്ക് അറിയില്ല. കേസ് കോടതി വരുമ്പോ പ്രസിഡന്റ് പുറത്തുണ്ടാവരുത്. അതാ തൂക്കി അകത്തിട്ടെ. ഇനി ബാക്കിയുള്ളത് നിന്റെ മറ്റവനാ. അവൻ കോടതിയിൽ എത്താതിരിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വ. ഇനി അഥവാ വന്നാ നിന്റെ കഴുത്തിൽ കിടക്കുന്ന താലി ഒരു പുതിയ താലി കെട്ടേണ്ടി വരും. അതിന് നമ്മുടെ പിള്ളേര് റെഡിയാ. നീ പേടിക്കണ്ട. റെഡിയല്ലടാ? കേട്ടല്ലോ. ഇതെന്താ ഈ റിമോട്ട് പൊട്ടി കിടക്കുന്നത്? എടി ഇത് എങ്ങനെയാ പൊട്ടിയെന്ന്? ആ ഫാക്ടറി ഓണർ വന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പോയി. ഓ, ദാസ് വന്നിരുന്ന ഇവിടെ. എന്താ പറഞ്ഞ? നിങ്ങൾ കോർട്ടിലേക്ക് ചെല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു. പോയാ അവൻ എന്ത് ചെയ്യുന്നു? അവനൊന്നും എന്നെ ഒരു കോപ്പും ചെയ്യില്ല. ദേ, ഈ റിമോട്ട് പൊട്ടിക്കാൻ മാത്രമേ പറ്റൂ അവനൊക്കെ. വീട്ടിൽ ആണുങ്ങളില്ലാത്ത സമയം നോക്കി വന്നിട്ട് തനിച്ചിരിക്കുന്ന പെണ്ണുങ്ങളോട് ഗുണ്ടായസം കാണിക്കുന്ന ആറി. ആ, കോടതി വിധി ഒന്ന് വന്നോട്ടെ. വെച്ചിട്ടുണ്ട് ഞാൻ അവന്. ദേ, അവനെ കണ്ടൊന്നും നീ പേടിക്കാൻ നിൽക്കണ്ട. ഇതൊക്കെ ഇവിടെ പതിവാ. ഇതുവരെ നീ ഒരു പേടിച്ചൊരുങ്ങി കഴിഞ്ഞ നാടൻ പെണ്ണായിരുന്നു. പക്ഷെ ഇപ്പൊ നീ ഈ വീരന്റെ ഭാര്യയാന്ന് ഓർക്കണം. മനസ്സിലായോ? നിനക്ക് വല്ലതും മനസ്സിലായോന്ന്? മനസ്സിലായി. ആ, ഈ കേസിൽ വാദിഭാഗം ഹാജരാക്കിയ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ എതിർകക്ഷിയുടെ തൊഴിൽശാലയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന മാലിന്യങ്ങൾ ആറ്റിൽ കലർന്ന് പൊതുജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു എന്നത് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ എതിർകക്ഷിയുടെ ഉടമസ്ഥതയിലുള്ള തൊഴിൽ സ്ഥാപനം ഉടൻ തന്നെ സീൽ ചെയ്യാൻ ജില്ലാ ഭരണാധികാരിയോട് ഈ കോടതി ഉത്തരവിടുന്നു. മഹാത്മാവേ, അനുഗ്രഹം വാങ്ങിച്ചോ. താൻ ഉത്സവ കമ്മിറ്റിയുള്ളതാണ്? അതെ. എന്താ വേണ്ടേ? അത് എന്റെ പെൺപിള്ളയുടെ അടുത്ത് കുറച്ച് ഗമ കാണിക്കാൻ ഞാൻ ഡൊണേഷൻ കുറച്ച് കൂടുതൽ തന്നിട്ടുണ്ട്. ആദ്യം തിരിച്ചതാ. കയ്യിൽ 5 പൈസ ഇല്ല. താടോ. ഇങ്ങനെ വിവരക്കേട് പറയാതെ. കണ്ടില്ലേ എന്തുമാത്രം ചെലവായിരുന്നു. പൂജ കഴിയുമ്പോ പാലും പഴവും കിട്ടും. അത് വാങ്ങിച്ച് വീട്ടിൽ പറ്റും. ഹലോ ഹലോ, ആരാ? ഒരു മിനിറ്റ്, ഇതൊന്ന് വിളിച്ചു. ഹലോ, തന്നെ വന്നിട്ട് കേട്ടോളാം. ഹലോ ഹലോ ഹലോ, ഒന്ന് കേൾക്കാൻ പറ്റുന്നില്ല. ആ, ഇപ്പൊ കേൾക്കാം, പറഞ്ഞോ. സെന്തിലോ? അങ്ങനെ ഒരാളെ എനിക്ക് അറിയില്ല.
ഫാക്ടറി തുടങ്ങാന്ന് വെച്ചാൽ നിസ്സാര കാര്യമാണെന്ന് കരുതിയോ? അത് എത്ര വലിയ പ്രോസസ് ആണെന്ന് അറിയോളാ. അത് കോടതി വരെ എത്തിച്ച് അടച്ചു പൂട്ടിച്ചില്ലേ നീ. ഞാൻ മനസ്സ് വെച്ചാ നാളെ വേണമെങ്കിലും കാശ് വാരിയെറിഞ്ഞ് എനിക്ക് തുറപ്പിക്കാം. പക്ഷെ ഞാനത് ചെയ്യില്ല. ഈ നാട്ടുകാരുടെ മുന്നിലിട്ട് നിന്നെ കൊന്ന വേറെ ഒരുത്തനും എനിക്ക് നേരെ തലവെക്കില്ല. നോക്കണ ഞാൻ അടിക്കാൻ പറഞ്ഞൊന്നുമല്ല, അവളായിട്ട് അടിക്കുന്ന. എന്താണ് അടിയാന്നേ? അന്നൊക്കെ നീയായിരുന്നു വലിയ ഗുണ്ട, ഇപ്പൊ നിന്റെ പെണ്ണുമ്പിലാണോ ഗുണ്ട? എന്താടി നിനക്ക് നൊന്താ? എന്താ നോക്കിയോണ്ട് നിൽക്കാടാ, അടിച്ചു പൊളിക്കടാ. അന്ന് വീട്ടിൽ വന്നപ്പോ നീ എന്താ പറഞ്ഞ? ഈ ഇടി എങ്ങനെ ഉണ്ടോ? പാലക്കാട് വന്ന നീ എത്ര പെണ്ണ് കണ്ടു എന്നാണ് പറഞ്ഞ? 5 പെണ്ണ് കണ്ട്. 1 2 3 4. ഇന്ന് നീ വന്നവനെ രക്ഷിച്ചു, പക്ഷെ എന്നാണെങ്കിലും അവനെ ഞാൻ കൊല്ലാതെ വിടില്ല. ഞാനിവിടെ ഉള്ളപ്പോ എന്റെ കെട്ടിയവന്റെ ദേഹത്ത് ഒരുത്തനും തൊടില്ല. ധൈര്യം ഉണ്ടെങ്കിൽ തൊട്ട് നോക്കടാ. വാ പോവാം.
കേറ്. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യത്തിൽ നീ കെട്ടിക്കൊണ്ടുവന്നതേ നല്ല ഊച്ചിയിലുള്ള ഒരു പെൺകുട്ടിയെ തന്നെയാ. ഇനി ഈ നാട്ടിലെ ഒരു പുല്ലനും നിന്റെ മേത്ത് കൈവയ്ക്കൂല. എങ്ങോട്ടാ അഖിലേ? ഈ നാട്ടിൽ ഏറ്റവും നീളം കൂടിയ മുടി എന്റെ ഭാര്യയ്ക്കായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചേ. പക്ഷെ ഇപ്പോ ഈ നാട്ടിൽ ഏറ്റവും നീളം കുറച്ച് മുടി എന്റെ ഭാര്യയ്ക്കാടാ. എന്നെ അവര് ശരിക്കും പറ്റിച്ചതാ. നാട്ടുകാരുടെ മുമ്പിലാണ് നാണം കിട്ടും. അവളെ എന്തിന് ഇനി പറയാം. ഇതും കൂടി കണ്ടിട്ട് വീട്ടിൽ പോയാൽ മതി. അതാണ് ആരോഗ്യത്തിന് നല്ലത്. ഏതാ ചെറുക്കൻ? നീ ശരിക്കും അടിച്ചു കേട്ടിട്ടുണ്ടല്ലേ? സൂക്ഷിച്ചു നോക്ക്, നിന്റെ പെണ്ണുമ്പിള്ളി അത്. കീർത്തിയോ? യെസ്, നിന്റെ ഭാര്യ ഒരു റെസ്ലറാണ്. റെസ്ലർ എന്ന് പറഞ്ഞ ഗുസ്തിക്കാരി. കണ്ടില്ലേ? ദേ ഈ വീഡിയോ നോക്ക്. അത് മാത്രമല്ല, നിന്റെ വൈഫ് ഒരു BSc ഗ്രാജുവേറ്റാ. BSc എന്ന് പറഞ്ഞാൽ എന്നെക്കാൾ കൂടുതലല്ലേ? കുറച്ചു കൂടുതല. ഞാൻ നിന്റെ ഭാര്യയെ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ? ഈ വീഡിയോയിലാ കണ്ടത്. ലൈക്ക് ചെയ്ത് കമന്റ് ഇട്ടിരുന്നു, ഇവളെ കെട്ടുന്നവൻ തൊലഞ്ഞു. പക്ഷെ ഒരിക്കലും അത് നീ ആയിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. വെരി സോറി വീര. നിന്റെ ഭാര്യയുടെ നിന്ന് തല്ലു വാങ്ങിയവന്മാരൊക്കെ ഇപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുക. നാടിയിലും ഞരമ്പിലും രക്തത്തിലും വിയർപ്പിലും അക്രമവാസനയുള്ള ഒരുത്തിക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ തന്നെ വരണ്ടുപോയി. ഒരു 4 പേര് അഡ്മിറ്റ് ആകാതെ പുറത്ത് കറങ്ങി നടപ്പുണ്ട്. അത് നീ തല്ലിയവന്മാരാ. ഗുണ്ടകളുടെ ആക്രമണത്തിൽ നിന്നും സ്വന്തം ഭർത്താവിനെ രക്ഷിച്ച വീരവനിത. പുതുക്കാട്ടിലാണ് ഈ രസകരമായ സംഭവം അരങ്ങേറിയത്. ഇതിപ്പോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഈ മീഡിയക്കാരെ കൊണ്ട് തോറ്റ് ഒരു ന്യൂസ് കിട്ടിയാ പിന്നെ അതുമക്കാരെ പിടിച്ചോളും. മാപ്രകള്. അമ്പലം വിഴിഞ്ഞെന്താ ബാറില് ഭാര്യയെല്ലാം നല്ല ഇടി കിട്ടിയാ പിന്നെ എവിടെ പോവാനാ? രണ്ടെണ്ണം അടിക്കണ്ടേ? നിന്റെ ഭാര്യയും തല്ലാൻ തുടങ്ങി. എല്ലാ ഭാര്യമാരും തല്ലും വക്കീല. എന്നാ അതൊക്കെ നാടൻ അടിയാ. എന്നാ ഇവന്റെ പെണ്ണുമ്പിള്ള അടിച്ചൊരു അടിയുണ്ടല്ല, അത് ഒന്നൊന്നര അടിയാ. എടാ മോനെ, നമ്മളെ പോലെയുള്ള ഭർത്താക്കന്മാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിട്ട് ഒരു സംഘടന തുടങ്ങിയിട്ടുണ്ട് ടൗണിൽ. ഞാനൊരു അംഗത്വെടുത്ത്. ഇപ്പൊ നിനക്കുള്ള പബ്ലിസിറ്റിക്ക് നീ ഒരു അംഗത്വെടുത്താലുണ്ടല്ല, അവര് നിന്നെ സംഘടനയുടെ അംബാസിഡർ ആക്കും. നമുക്ക് നമ്മുടെ ആരോഗ്യം നോക്കണ്ടേ? നിന്നെ പോലെ ഭാര്യയെ പേടിക്കുന്നതിനാന്ന് വിചാരിച്ചോ? പിന്നെ ഇവിടെ പ്രാന്തളകി നിക്ക പൊക്കോന്റെ മുമ്പിന്ന്. അവളാ വക്കീലെ വിളിക്കുന്നേ. എടുത്തെന്താന്ന് ചോദിക്കും. ഞാനെന്ത് പറയാനോ വക്കീലെ? എന്തേലും പറ. ഹലോ ഹലോ, എവിടെയാ? തിരക്കിലാണോ? ഇല്ല മോളെ, ഇല്ല മോളെ, ഞാനിവിടെ തന്നെ ഉണ്ട്. കൂട്ടുകാരോട് സംസാരിച്ചോണ്ടിരിക്കുക. എപ്പോഴാ വരാ? ഇപ്പൊ ഒരു 10 മിനിറ്റ് വെച്ചേക്കട്ടെ. ബായ് ബായ്. ശരി ചക്കരെ. കാലത്ത് കുറച്ച് നേരത്തെ നമ്മുടെ ഓഫീസിലെത്തിക്കോ. ഇവനെന്റെ കയ്യിൽ നിന്ന് വക്കീലെ, നിങ്ങളുടെ ബാഗ് അവിടെ. എന്റെ ബാഗ് നിനക്ക് തോടോ എന്റെ ബാഗ്? നീ എന്ത് ചെയ്യുമ്പോ എടാ, അത് എന്റെ ബ്രഷാ. കുഴപ്പമില്ല. ശരി, ഞാൻ പോവാ. വീര ഒന്ന് നിന്നടാ. ഇതും കൂടെ ഒന്ന് കണ്ടിട്ട് പോ. എന്നാലേ എന്റെ മനസ്സിലൊരു കുളിർമ കിട്ടു. കല്യാണം കഴിഞ്ഞാലും ഞാൻ ഇങ്ങനെ തന്നെയായിരിക്കും. കീർത്തിമോളെ, കീർത്തിമോളെ, കേറി വാ. വന്ന് കേറിയപ്പോ മുതൽ ശരീരമൊക്കെ ഭയങ്കര വേദന. അതുകൊണ്ട് ഇന്നൊന്നും ഉണ്ടാക്കിയില്ല. ഇന്നത്തേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. എന്താ മോളെ ഇത്? പഴകഞ്ഞി ആരോഗ്യത്തിന് നല്ലതെന്ന് ഡോക്ടർമാർ വരെ പറഞ്ഞിട്ടുണ്ട്. ദിവസം 3 നേരം ഇത് തന്നെ മതിയെന്നേ. എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. പറമോളെ. എന്റെ മുടിക്ക് ഇത്ര നീളമുള്ളൂ. അത് പറയാതെ മറച്ചു വെച്ച എന്റെ തെറ്റാ. നിനക്കൊരു കാര്യം അറിയോ? ഇന്ദിരാഗാന്ധിക്ക് ഇതിനേക്കാളും മുടി കുറവായിരുന്നു. എന്നിട്ടും ഒരു പ്രൈം മിനിസ്റ്റർ ആയില്ലേ? നിനക്ക് ഈ മുടി നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ.
പിന്നെ ഞാൻ BSc വരെ പഠിച്ചിട്ടുണ്ട്. അത് നല്ല കാര്യമല്ലേ? നമ്മുടെ പിള്ളേരെ ട്യൂഷന് വിടണ്ട, നിനക്ക് എന്നെ പഠിപ്പിക്കാമല്ലോ. നിനക്ക് ഇനിയും വേണമെങ്കിൽ പഠിച്ചോ, ഞാൻ നിന്നെ പഠിപ്പിക്കാം. എന്താന്ന് വെച്ചാ ഒരു പെണ്ണ് പഠിച്ചാ ഒരു കുടുംബം മുഴുവൻ പഠിച്ചതിന് തുല്യ. അത് മാത്രമല്ല എനിക്ക് ഗുസ്തിയുടെ കാര്യമല്ലേ, അത് നാട് മുഴുവൻ കണ്ടില്ലേ, അടിപൊളിയായിരുന്നു കേട്ടോ. ഈ കാലഘട്ടത്തില് പെണ്ണുങ്ങൾക്ക് സ്വയരക്ഷ വളരെ അത്യാവശ്യമാണ്. നീ കഴിഞ്ഞോളും. കെട്ടിപ്പിടിക്കണമെന്നുണ്ട്. കെട്ടിപ്പിടിച്ച മലർത്തി എങ്ങനെ അടിക്കൂ? ഞാനിപ്പോ എന്താ ചെയ്യും? എന്താ വീര, ആ പുളിഞ്ചോട്ടിലെ പ്രശ്നമില്ലേ, അത് ഈ അടുത്ത കാലത്തൊന്നും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊന്ന് റെഡി ആയിട്ട് വരാം. നീ ഇതെങ്ങോട്ടാ റെഡി ആവുന്നേ? പുളിഞ്ചോട്ടിലേക്ക്. എന്താ വീര ഇത്? അവന്മാരാരെയും പേടിക്കുന്നവന്മാരല്ലോ. നീ ഒരുപാട് തവണ ഇടപെട്ട് നോക്കിയതല്ലേ, എന്നിട്ടും പരിഹാരമൊന്നും ഉണ്ടായില്ലല്ലോ. അതുകൊണ്ട് ഈ പ്രാവശ്യം പെങ്ങളെ വിളിച്ചോണ്ട് പോയ പ്രശ്നം എളുപ്പത്തിൽ പരിഹരിക്കുമെന്ന് ഞങ്ങളെല്ലാരും വിശ്വസിക്കുന്നു. അതെ പെങ്ങളെ, വാ പോവാ. അയ്യോ, ഞാൻ വരുന്നില്ല, അദ്ദേഹത്തെ കുട്ടി കൊണ്ട് പൊക്കോ. അയ്യോ പെങ്ങൾ അങ്ങനെ പറയല്ലേ, പണ്ടേ വീരന് അവിടെ ഒരു വിലയില്ല. പിന്നെ ഇപ്പോഴത്തെ കാര്യം പറയണ്ടല്ലോ. പെങ്ങൾ വന്നേ, നമുക്ക് പോവാം. അല്ല, അദ്ദേഹം വരുന്നല്ല എന്റെ ശരി. എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. പെങ്ങളെ കുട്ടി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടാന്നേ. അടുക്കള പണിയൊക്കെ അവന് നന്നായിട്ട് അറിയാം. അളിയോ, ഇന്നത്തെ ഉച്ചയൂണ് ഇവിടെ പരിപാടിയൊക്കെ കഴിഞ്ഞു വന്ന് കഴിച്ചിട്ട് കൈപ്പുണ്യം എങ്ങനെ ഉണ്ടെന്ന് പറയാം. തന്നെയല്ല, ഞാൻ തുണിയൊക്കെ മുക്കി വെച്ചിരിക്കുക, അലക്കണം. നാട്ടുകാരെ എടുത്തിട്ട് അലക്കുന്ന ആളാ, പിന്നെ തുണി അലക്കാൻ എന്താ അനിയാ? തുണി അലക്കി ഉണക്കി മടക്കി അലമാരിക്കകത്ത് വെച്ചേ, ചിലപ്പോ മഴ വരും. അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വീരന് അവന്റെ നാട്ടുകാരാ വലുത്, അവനൊന്നും പറയില്ല. പെങ്ങള് വാ, വന്ന് വണ്ടി കയറ്. ഇതെന്തിനാ ഇനി കൈപ്പിടിച്ചോണ്ടിരിക്കുന്ന? അങ്ങോട്ട് കൊടുക്ക്, സമയം വൈകി. വന്നേ വീര, പെങ്ങൾ ആദ്യമായിട്ടല്ലേ ഇതുപോലെ ഒരു കാര്യത്തിന് പോകുന്നേ. ടാറ്റ പറഞ്ഞ് യാത്രയാക്ക്. ടാറ്റ പറയുന്നേ, കൈ വീശി കാണിക്ക്. രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ഉദ്ദേശമുണ്ടോ മാഡം? ഇല്ലില്ല. ആരാ ഫ്രെയിമിലേക്കണേ? ആരെങ്കിലും അവിടെ ഇങ്ങോട്ട് മാറാൻ, ഇടാ അങ്ങോട്ട് മാറിയിക്കാൻ. ജലനന്മയ്ക്കായി പ്രവർത്തിച്ചതിന്റെ പേരിൽ ജയിൽവാസം അനുഭവിച്ച് പുറത്തിറങ്ങുന്ന നമ്മുടെ പ്രിയ നേതാവിനെ ചേട്ടാ, ഗാന്ധിജി EMS ചേട്ടൻ ചരിത്രത്തിൽ ഇടപിടിച്ച്. അങ്ങനെയാണോ വക്കീലെ? ജയിലിൽ പോയി വന്നവരൊക്കെ അങ്ങനെയല്ലേ പറയുന്നത്? നമുക്ക് പറയാനേ കാശിലൊന്നല്ലോ. അവനെന്തി എന്നെ മറന്നോ? അവൻ ഞാൻ ഇറങ്ങുമെന്ന് അറിയില്ലേ? ചേട്ടൻ വാ, ഞാൻ പറയാം. അതി പിന്നെ അവനൊരു ജീവചവമായി മാറിയേട്ടാ. ഇതിനെല്ലാറ്റിനും കാരണം ആ നാറിയ. ആടാ രത്നാകരൻ, നീ പുറത്തിറങ്ങിയോ? എനിക്ക് നിന്നെ ഒന്ന് കാണണമല്ലോ. നീ എവിടെയാ? ഞാനിവിടെ നമ്മുടെ വീരയുടെ വീട്ടിലുണ്ടാ. നീ ഇങ്ങോട്ട് വാ. വണ്ടി നേരെ വീടിന്റെ വീട്ടിലേക്ക് വിടറാ. ആയി മത്തിക്കറിയാണോ മോളെ? വറുത്തോണ്ട് എടുത്തോണ്ട് വാ. ശരി ശരി, ഇപ്പൊ നല്ലോണം മൂപ്പിച്ചെടുത്തോണ്ട് വരണേ. കേറ്റിക്കോളാ, കേറ്റിക്കോ. നീ ഒറ്റൊരുത്തൻ കാരണല്ല അവന് ഈ കല്യാണത്തിന് സമ്മതിച്ച. കൂടെ നിന്ന് ചതിച്ചല്ലടാ. നീ എന്തോ വലിയ ടെൻഷനില്ല. ഇങ്ങനൊന്നും ദേഷ്യപ്പെട്ട് സംസാരിക്കില്ലടാ. നീ വാടാ, വന്നിരുന്ന് കഴിക്കുക. കീർത്തി നല്ല മത്തിക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. വിചാരിച്ചോ? നിന്റെ വീട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കള്ളം പറഞ്ഞിട്ടാണെങ്കിലും മോളുടെ കല്യാണം നടത്തിയാൽ മതിയല്ലോ. നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? എടാ രത്നാകര, എല്ലാത്തിനും കാരണം ഞാനാ. നീ എന്നെ പറഞ്ഞു. പാവ ഇവളൊന്നും അറിഞ്ഞിട്ടില്ല. തെരുവ് പിള്ളേരെ പല റോട്ടി കിടന്ന് അടിപിടി ഉണ്ടാക്കിയിരിക്കുന്നു. ഇവളെയാണോ നീ പാവെന്ന് പറയുന്നത്? ഇവരൊക്കെയോട് പറയില്ലടാ. ഇവളാ കറക്റ്റ് സമയത്ത് അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ അവനെ അവര് വെട്ടിക്കൊന്നേനെ. വെട്ടട്ടാ, വെട്ടിക്കൊല്ലട്ടെ.
ഒരു പെണ്ണ് രക്ഷപ്പെടുത്തി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അവന്മാരുടെ കൈ കൊണ്ട് അവൻ ചാവുന്നതായിരുന്നല്ല ഞങ്ങളുടെ കുടുംബത്തിന് അന്തസ്. നിങ്ങളുടെ കുടുംബ മഹിമയേക്കാൾ എനിക്ക് എന്റെ ഭർത്താവിന്റെ ജീവനാ വലുത്. 4-5 പേര് ചേർന്ന് വെട്ടാൻ വരുമ്പോ ഒരു പെണ്ണും കൈയും കെട്ടി നോക്കി നിൽക്കില്ല. ഞാനൊരു റെസ്ലറാ, അടിക്ക് തന്നെ ചെയ്യും. അതെ, പെമ്പിള്ളേരെ പോലെ വളർത്തണത് ആമ്പിള്ളേരെ പോലെ വളർത്തി അടിക്കോള്. ചിറ്റപ്പ ഇങ്ങനോട് പോവാൻ പറ. എന്നോട് ഇറങ്ങി പോകാൻ പറയാൻ നീ ആരടി? എടി പൊടിന്ന് വിളിച്ചാലുണ്ടല്ലോ. എല്ലാ പെണ്ണുങ്ങളും ഞാൻ അങ്ങനെ തന്നെ വിളിക്കുള്ളൂടി. നീ എവിടത്തെ മറ്റോളാ? പെമ്പിള്ളേരായ കുടുംബത്തിനകത്തിരുത്തി അടക്കി ഒതുക്കി വളർത്തണോടാ, അല്ലെങ്കിൽ ഇവിടന്മാരൊക്കെ കൊലക്കറി നാളെ. മോളെ കീർത്തി, എന്താ മോളെ ഇത്? പെൺകുട്ടികൾ അത് ചേരുത് ഇത് ചേരുന്നൊക്കെ എത്ര നാളായിട്ട് ഞങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന. ഞങ്ങൾക്കറിയില്ല എങ്ങനെ ജീവിക്കണമെന്ന്. എല്ലാ കാലത്തും ഇങ്ങനെ കഴിയണമെന്നാ. മോളെ നീ എന്തിനാ അവനെ അടിച്ച്? ഇതുപോലുള്ള മെയിൽ ഷോവനിസ്റ്റുകളോട് പറയേണ്ടതുപോലെ പറഞ്ഞാലേ ശരിയാവൂ. അവളൊരു പാവമാടാ, അറിയാതെ പറ്റിയതാ. വലിയ ഗുസ്തിക്കാരിയാന്ന് കരുതി ആരെ വേണം അടിക്കാന്നാ? നിങ്ങളുടെ അമ്മാവൻ എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? അങ്ങേര് എന്ത് പറഞ്ഞാലും അടിക്കാൻ നീ ആരടി? മോളെ കീർത്തി, മോൻ പറയുന്നതിലും കാര്യമുണ്ട്. എന്തൊക്കെയാണെങ്കിലും നീ അവനെ അടിച്ചത് തെറ്റായി പോയി. വാ, നമുക്ക് അവനോട് പോയി മാപ്പ് പറയാം. മോനെ, അവള് മാപ്പ് പറയും. അവള് മാപ്പ് പറഞ്ഞാ അടിച്ചത് തിരിച്ചെടുക്കാൻ പറ്റുമോ? ഞാനതിന് മാപ്പ് പറയാന്ന് പറഞ്ഞില്ലല്ലോ. മോളെ, ഇനി നീ പ്രശ്നം വഷളാക്കല്ലേ. ഒന്ന് മാപ്പ് ചോദിച്ചെന്ന് വെച്ച് നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നടക്കും മോളെ. പെൺകുട്ടികളെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചതിന് ആദ്യം അങ്ങേരെ മാപ്പ് പറയട്ടെ. അത് കഴിഞ്ഞിട്ട് അങ്ങേരെ അടിച്ചതിന് ഞാൻ മാപ്പ് പറയാം. എന്താടി, എന്റെ അമ്മാവൻ വന്ന് നിന്നോട് മാപ്പ് പറയണമെന്നോ? അത്രയ്ക്ക് അഹങ്കാരമായില്ല നിനക്ക്. ഇത് ശരിയാവും തോന്നില്ല. മോനെ മോനെ മോളെ, നീ എന്തിനാ മോളെ ഇങ്ങനെ അഹങ്കാര വർത്താനം പറയുന്നത്? ഞാൻ എന്താ അഹങ്കാര വർത്താനം മോളെ, നീ എന്തൊക്കെ പറഞ്ഞാലും നീ ചെയ്ത് ഒട്ടും ശരിയായില്ല. ശരിയായില്ല മോളെ. ഇനി ഈ വീട്ടിൽ നിനക്ക് സ്ഥാനമില്ല, ഇറങ്ങിക്കോ. മോനെ മോനെ, ഒരു അബദ്ധം പറ്റിപ്പോയതാ മോനെ. മോനെ, ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കോ മോനെ. ക്ഷമിക്കും മോനെ, ഞാനൊന്ന് പറയുന്ന കേക്ക് മോനെ. ക്ഷമിക്കും മോനെ, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയില്ല മോനെ. മോനെ, എനിക്ക് വേണ്ടി ആരുടെയും കാല് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങേരെന്താ പറഞ്ഞെന്ന് പോലും കേൾക്കാൻ തയ്യാറാവുന്നില്ലല്ലോ. പിന്നെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാ? മോളെ, നീ ഇങ്ങനെ വാശി പിടിക്കില്ല, ഞാൻ പറയുന്നൊന്നും കേക്ക്. അമ്മാവൻ അടിച്ചതിന്റെ പേരിൽ മാത്രമല്ല എന്നോട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറയുന്നത്. നാട്ടുകാരുടെ മുമ്പിൽ ചെറുതായി പോയില്ലേ, അത് സഹിക്കാൻ പറ്റാത്തോണ്ടാ. ഇങ്ങനെ ഈഗോയും വെച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എന്ത് പറഞ്ഞാലും തലേ കയറില്ല. ആണാണെന്നുള്ള അഹങ്കാരം എന്ന് അവസാനിക്കുന്നോ, ഞാനാണ് ശരിയെന്ന് എന്ന് മനസ്സിലാക്കുന്നോ, അന്നേ ഞാൻ തിരിച്ചു പിടിക്ക് വരൂ. ഇറങ്ങി പോടി ഇവിടുന്ന്. ഒരു തീയായി തീ വെച്ചത് നീയാ, ദൂരം പോയാൽ തിരികെ വരലിനി ഞാൻ. മിഴിനീരിലലിയും നിന്നോർമ്മകളാൽ തുഴയും നിൻ ചിറക് കാറ്റിൽ വീഴുമേ. വേദന നെഞ്ചിൽ ഏറിടണ്, വാക്കുകൾ എന്നെ കീറിടണ്. പിരിയും വരയും ചേർന്നിരുന്ന് ഒരു നാൾ നീ മറന്ന്. മറന്നേടാം മറന്നേടാം മനം നേരിടും കായം. മറന്നേടാം മറന്നേടാം ഉയർന്നീടും കനവ്. മറന്നേടാം മറന്നേടാം മനം നേരിടും കായം. മറന്നേടാം മറന്നേടാം ഉയർന്നീടും കനവ്. ആ, എന്താ ചിറ്റപ്പ ഇത്? എന്നോട് ചോദിച്ചാ കാട്ടാ കുസ്തി ചാമ്പ്യൻഷിപ്പ്. ആ, ആതിര, അഖില, നീ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? എന്നോട് പറഞ്ഞില്ല. കൂടുതൽ അഭിനയിക്കല്ലേ. ആരോട് ചോദിച്ചിട്ട് എന്റെ പേര് കൊടുത്തേ? ഞാനാ മോളെ പേര് കൊടുത്തേ. അവനെ ഒന്നും പറയണ്ട. ചേട്ടാ, ചേട്ടനാണോ പേര് കൊടുത്തേ? അതേടാ, ഞാൻ തന്നെ കൊടുത്തേ. എന്തിനാച്ചാ? അതില് മാത്രല്ലേ മോളെ നിനക്ക് സന്തോഷം കിട്ടുന്നേ. പോയി മത്സരിക്ക. വേണ്ടാച്ചാ, അല്ലെങ്കിൽ തന്നെ ആകെ പ്രശ്നമായിട്ടാ ഞാൻ വന്നേ. ഇതിനിടയ്ക്ക് ഞാൻ കോമ്പറ്റീഷനും കൂടെ പോയാ പ്രശ്നം വെറുതെ വഷളാവുള്ളൂ. നിങ്ങൾ എന്ത് ഭ്രാന്തായി കാണിച്ചേ? എരുതിയിൽ എണ്ണ ഒഴിക്കാൻ നോക്ക. ഇവളുടെ ജീവിതം വെച്ചാ നിങ്ങൾ കളിക്കുന്നേ. പോയി അവന്റെ മാമനോട് സംസാരിച്ച് ഇവളെ തിരിച്ചുകൊണ്ടുവിടാനുള്ള വഴി നോക്ക്. ഗുസ്തിക്ക് അയക്കാൻ പോന്നു. ഗുസ്തിക്ക് ഞാൻ പോയി അങ്ങനെ കണ്ടിട്ടാ വരുന്നേ.
എപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്ന് മോളെ ന്യായീകരിക്കാൻ വന്നാണോ? വളർത്തി വിട്ടിരിക്കുന്ന ലക്ഷണം കണ്ടില്ലേ? കൈ നീട്ടുക, അടിക്കുക, അഹങ്കാരി. സംഭവിച്ചതിനല്ല ഞാൻ നിങ്ങളോട് മാപ്പി ഒതുക്കിയ. നിങ്ങൾ നല്ല മനസ്സ് കാണിച്ച് അവരൊരുമിച്ച് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കണം. തന്റെ മോൾക്കേ ഈ കുടുംബത്തിൽ ജീവിക്കാനുള്ള യോഗ്യതയില്ല. താൻ വേഗം പോവാൻ നോക്ക്. ഇറങ്ങി പോടാ അവിടുന്ന്. വാതൊക്കെ തന്നെ നിർത്തി സംസാരിച്ചെന്നോ? അത്രയ്ക്ക് അഹങ്കാരമായ അവന് ഞാനായിരിക്കണം. സാരമില്ലടാ, നമ്മുടെ ഭാഗത്തും തെറ്റില്ലേ. കുറച്ച് നാൾ കഴിയുമ്പോ എല്ലാം ശരിയായിക്കൊള്ളും. അതുവരെ എന്റെ മോള് പഴയ കീർത്തിയായി കഴിയട്ടെ. അവള് ചെയ്ത തെറ്റേറ്റ് പറഞ്ഞ് വീട്ടിൽ വന്ന് കാല് പിടിച്ച് മാപ്പപേക്ഷിക്കുമെന്ന് വിചാരിച്ചപ്പോഴ് അവള് പിന്നെ എന്റെ ഗുസ്തി പിടിക്കാൻ പോയിരിക്കുക. പോട്ടെ മോനെ, പോട്ടെ. അവൾക്ക് അവളുടെ ലൈഫ് വലുതാണെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ് വലുതാ. നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഉടനെ തന്നെ അവളെക്കാൾ നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് ഞാൻ നിന്റെ കല്യാണം നടത്തി തരും. മാമാ ചെയ്തിടത്തോളം പോരാഞ്ഞിട്ടാണോ ഇനി അടുത്ത ഒരെണ്ണം കൂടി കല്യാണം ഉണ്ടാക്കാൻ നടക്കുന്നു? ഇവനത് എന്ത് ഭാവിച്ചേട്ടാ? അവൻ എന്റെ കുഞ്ഞല്ലേ, സങ്കടം കൊണ്ട് പറയുന്നതാ. ഇവനെ നമ്മൾ ഇങ്ങനെ വിട്ടാ നാളെ വല്ല ആറ്റിലോ കുളത്തിലോ ചാടി ഇവൻ ആത്മഹത്യ ചെയ്യും. അത് പാടില്ല. ഉടനെ ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് ഇവന്റെ കല്യാണം നടത്തണം. അതിനു മുൻപേ ആ ഗുസ്തിക്കാരിക്ക് ഡിവോഴ്സ് നോട്ടീസ് അയക്കണം. അയക്കാൻ അറിയാലോ അല്ലേ? എന്തൊരു ചോദ്യം കേട്ടാ. അക്കോർഡിംഗ് ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സെക്ഷൻ 4 അയക്കാൻ അറിയോ അതോ ഇല്ലേ? അറിയാം. എന്നാ വൈകിക്കണ്ട. ഇപ്പൊ തന്നെ അയച്ചേക്കാം. Take that leg back. Yeah. Yeah, that's the position. Right. Got it. Lokesh, over here. Thank you. എന്താടാ ടൂർണമെന്റിന്റെ ജോലികളൊക്കെ ബാക്കി കിടക്ക? വന്ന് കാല് കുത്തിയ ഉടനെ നീ നിന്റെ സ്വഭാവം ഇറക്കാൻ തുടങ്ങിയല്ലേ? ഞാൻ എന്ത് ചെയ്യാനാ? അവള് ശരിക്കും ഹോട്ടല്ലേ? Mind you, she's married. Really? Wow. I'm more comfortable with married women. Hey. ഇവളുമാരെയൊക്കെ അതിനെ പറ്റൂ. ഇവിടെ ഇങ്ങനെ ട്രെയിനിങ് എടുത്ത് നാടിന് വേണ്ടി മത്സരിച്ച് എന്തുണ്ടാക്കാനാ? നിന്നെ കൊണ്ട് I don't believe all this girls. പെട്ടെന്ന് കോറിയിലേക്ക് വാ. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ പറയാം, പെട്ടെന്ന് ഇങ്ങോട്ട് വാ. എടുത്തോട്ട് വാടാ. ഇന്ന് നമുക്ക് രണ്ടിലും തീരുമാനിക്കടാ. നിന്നെ കൊല്ലാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് വിചാരിച്ചോ? നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നിന്റെ ഭാര്യ നിന്നെ രക്ഷപ്പെടുത്തിയപ്പോ തന്നെ നീ ചത്തട. എനിക്കിപ്പോ നീ വെറും ഒരു ചത്ത പാമ്പ. പാലുകൂടി മറത്ത കൊച്ചു കുഞ്ഞിനെ വേണേലും ഞാൻ തല്ലും. പക്ഷെ നിന്നെ ഞാൻ തല്ലില്ല. നിന്നെ തല്ലുന്ന എനിക്ക് നാണക്കേടാടാ. വേറൊരു കാര്യം അറിയോടാ നിനക്ക്? നിന്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് തല്ല് കൊണ്ടത് മുതൽ എന്റെ ഭാര്യയ്ക്ക് എന്നോട് ഒരു വിലയില്ല. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഒരു പെണ്ണിന്റെ തല്ല് കൊണ്ടുവന്ന് പറഞ്ഞ് കാറി തുപ്പ.
ആരാ എനിക്ക് ഫോൺ ചെയ്ത് ചേട്ടാ ഞാനേട്ടാ വാടാ വാടാ നിന്നോട് ഞാൻ ഫോണിൽ ചോദിച്ചാലടാ എന്താ കാര്യം വാ ചേട്ടാ എന്ന് പറഞ്ഞു ഇനി ഇവന്റെ കാര്യം പറഞ്ഞ് എന്നെ വിളിച്ചാലുണ്ടല്ലോ എല്ലാത്തിനും വെട്ടിക്കൊന്ന് ജയിലിൽ പോകും ഞാൻ എന്റെ വീട്ടില് മര്യാദക്ക് സീരിയലും കണ്ടിരിക്കായിരുന്നു വിളിച്ചു വരുത്തി ടെൻഷൻ ആക്കി എന്നോട് പറഞ്ഞാ പോരായിരുന്നു. ഇവന്റെ വരവത്ര ശരിയല്ലല്ലോ. കുപ്പി മുഴുവൻ തീർക്കൂ. എന്തിനാടാ കരയുന്നത്? ഇത്രയും വർഷമായിട്ട് ഉണ്ടാക്കിയെടുത്ത മാനാഭിമാനം ഒക്കെ പോയി. ആ ദാസന്റെ ചത്ത മാമ്പയെന്ന് വിളിച്ചു. നാട്ടുകാര് വീരാന്നുള്ള പേരിപ്പോ വിളിക്കുന്നില്ല. കീർത്തിയുടെ കെട്ടിയവരെന്നാ വിളിക്കുന്നേ. എനിക്ക് ജീവിതം വെറുത്തു പോയി മാമ. വല്ല കിണറ്റിലും ചാടി ചത്താലോ എന്ന് ആലോചിക്കുക. ഞാൻ പറഞ്ഞില്ലേ, നിന്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലായി മോനെ. നിന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ എന്റെ ജീവിതത്തിലായിരുന്നെങ്കിൽ ഞാനൊക്കെ എപ്പോഴേ തൂങ്ങിച്ചത്തേനെ. ഇന്നലെയും കൂടി ആ മേലെപ്പറമ്പിൽ മാണിക്കനോട് എന്റെ മരുമോന് നിന്റെ മോളെ തരുമെന്ന് ചോദിച്ചാ. അതിന് അയാൾ എന്താ പറഞ്ഞേന്നറിയോ? എന്താ പറഞ്ഞേ? എന്റെ മരുമോൻ ബാറിൽ തല്ലുണ്ടാക്കും, മാർക്കറ്റിൽ തല്ലുണ്ടാക്കും, പിന്നെ എല്ലാ വർഷവും ഉത്സവത്തിന് വന്ന് തല്ലുണ്ടാക്കും. അവൻ തല്ലുണ്ടാക്കുന്ന എല്ലായിടത്തും ചെന്ന് എന്റെ മോൾക്ക് അവനെ രക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ അവളെ അങ്ങനെയല്ല വളർത്തിയെന്ന് പറഞ്ഞു. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എന്തർത്ഥമാ മാമ? നിനക്ക് നിന്റെ പെണ്ണുമ്പിള്ളയുടെ സഹായം ഇല്ലാതെ റോട്ടിൽ പോലെ ഇറങ്ങി നടക്കാൻ പറ്റില്ലെന്ന് അർത്ഥോടാ. ഇത് കേട്ടിട്ട് ഞാൻ എന്തിനു ജീവിച്ചിരിക്കണം? ഞാൻ ഇപ്പൊ തന്നെ ചത്താക്കാം. ചാകാൻ പോകുന്നവൻ കുടിക്കേണ്ട ഇതല്ല. മോട്ടോർ പൊരയിലെ വെള്ള കളറിലെ കുപ്പിയുണ്ട്. പോയി അതെടുത്ത് കമിഴ്ത്ത്. നീ ചത്ത പോയ മാനം തിരിച്ചു കിട്ടോടാ. നാണം കെട്ട് ചത്തുപോയെന്ന് പേര് മാത്രം മിച്ചുണ്ടാവുള്ളൂടാ. എവിടെയാണോ നഷ്ടപ്പെട്ടത് അവിടെ വേണം നമ്മൾ അന്വേഷിക്കാൻ. അതിനു പകരം കണ്ണി കണ്ടെടുത്ത് നോക്കിയാ മുതലും കിട്ടില്ല, പോയ മാനവും തിരിച്ചു കിട്ടില്ല. മാമൻ എന്തായി പറയുന്നത്? നിന്റെ പെണ്ണുമ്പിള്ളേ നിന്നേക്കാൾ മിടുക്കാണെന്ന് നാട്ടുകാരുടെ മുന്നിൽ തെളിയിച്ചിരിക്കുക. അതേ നാട്ടുകാരുടെ മുമ്പില് നിന്റെ പെണ്ണുമ്പിള്ളേക്കാൾ മിടുക്കനാണ് നീ എന്ന് നീ തെളിയിക്കണം. ഉത്സവ പറമ്പ് വെച്ച് വീണ്ടും ഞാൻ തല്ലുണ്ടാക്കണമെന്നാ? അതൊന്നും അല്ലടാ മോനെ. അടുത്ത മാസം നിന്റെ പെണ്ണുമ്പിള്ള ഒരു ഗുസ്തി മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നില്ലേ? ഉണ്ട്. അതേ മത്സരത്തില് നീയും പങ്കെടുത്ത് അവളെ എതിർത്ത് ഇടിച്ച് മലർത്തി നീ ജയിക്കണം. നടന്നു തന്നെ. എന്താടാ മോനെ നീ ആലോചിക്കണേ? അങ്ങനെ ചെയ്താലേ ഈ നാട്ടിൽ നഷ്ടപ്പെട്ടതിന്റെ നിലമേലുണ്ടല്ല, അത് വേറെ ലെവലാവൂടാ. എന്ത് വിവരക്കേടാട്ടെ പറയുന്നത്? പെണ്ണുങ്ങളുടെ മത്സരത്തിൽ ഇവൻ എങ്ങനെ പങ്കെടുക്കാൻ പറ്റും? സെക്ഷൻ 407 അനുസരിച്ച് അങ്ങനെ ഒരു റൂളില്ല. കോപ്പിലെ റൂൾസ് ആടാ. ഫോറിൽ നടക്കുന്നില്ലേ, ടിവിയിൽ നമ്മൾ കാണുന്നില്ലേ? അത് ഇവിടെ നടത്താൻ പറയണം. ഇന്ത്യ മുന്നേറി വരണ്ടേ? അതിന് ഗുസ്തി അറിഞ്ഞിട്ട് വേണ്ടേ? അതിൽ അറിയാൻ മാത്രം ഇപ്പൊ എന്താണ് ഉള്ളത്? നമ്മുടെ നാട്ടിലെ കബഡിയാണ് അവരുടെ നാട്ടിലെ ഗുസ്തി. മാമൻ എന്തായി പറയുന്നത്? കബഡിയും ഗുസ്തി ഒന്നാണോ? എല്ലാ മത്സരവും ഒന്നാടാ മരുമോനെ, പേര് വേറെയാണെന്നേ ഉള്ളൂ. ഞാനാ പറയുന്നേ, നീ മത്സരിക്കുന്നു, വിജയിച്ചു വരുന്നു. ജയ് ഹിന്ദ്. എടോ, തനിക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ലേ? ഇത് സ്ത്രീകളുടെ മത്സരമാ. സ്ത്രീകൾ മാത്രമേ മത്സരിക്കാവൂ. നിങ്ങൾ ആണുങ്ങളുടെ മത്സരത്തിൽ പങ്കെടുത്തു. അതൊന്നും പറഞ്ഞാൽ നടക്കില്ല. ഇവൻ എന്തായാലും പെണ്ണുങ്ങളുടെ കൂടെ മത്സരിച്ചിരിക്കും. ഇത് അഭിമാനത്തിന്റെ പ്രശ്നമാണോ? താൻ വിചാരിക്കുന്ന പോലെ ഇത് സാധാരണ ഗുസ്തിയല്ല, ഗട്ടാ ഗുസ്തി. ഗട്ടാ ഗുസ്തി എന്ന് പറഞ്ഞാൽ കട്ടെറിഞ്ഞ് കളിക്കില്ല. ഗുസ്തി എന്ന് പറഞ്ഞാൽ മോഡേൺ ഫ്രീ സ്റ്റൈൽ റെസ്ലിംഗ് മാറ്റിലാണ് നടത്തുന്നത്. എന്നാൽ ഗാട്ടാ ഗുസ്തി ഓൾഡ് ട്രഡീഷണൽ റെസ്ലിംഗ്. മണ്ണിൽ കിടന്ന് മത്സരിക്കണം. ഭയങ്കര പാടാ. അതൊന്നും താൻ തീരുമാനിക്കേണ്ട കാര്യമല്ല. ഞങ്ങളൊക്കെ ജനിച്ചപ്പോ തൊട്ട് മണ്ണിൽ കളിച്ചു വളർന്നവരാ. ഗോലി, കുട്ടിങ്കോലും, പമ്പരം, അക്കുത്തിക്കുത്താന, കുലാകുല, മുന്തിരിങ്ങ, പിന്നെ വടിത്തല്ലി. ഞങ്ങൾ കളിച്ച കളിയൊന്നും താൻ കളിച്ചിട്ടില്ല. പിന്നെ ഞങ്ങളൊക്കെ മണ്ണിന്റെ മണർന്ന മക്കളാ. താൻ കൂടുതൽ ഉണ്ടാക്കാതെ ചെക്കന്റെ പേരെഴുതോ. ഹലോ സാർ. അതെ സാർ, ഭയങ്കര തലവേദനയാന്നേ. ദാ വരുന്നു സാർ. താൻ കാരണം ഇപ്പൊ ഞങ്ങൾക്കാണോ തലവേദന? ചെല്ലല്ലേ വെച്ചിട്ടുണ്ടാ. എന്താ പ്രശ്നം? സാറെ, പുതുക്കാടുന്ന് കുറെ വേട്ടവളിയന്മാര് വന്നിട്ടുണ്ട്. കീർത്തിയായിട്ട് മത്സരിക്കണം, മത്സരം ഏർപ്പാടാക്കണം എന്ന് പറഞ്ഞ അവളുടെ ഭർത്താവ് ഒറ്റക്കാലിൽ നിൽക്കുക സാറേ. അവര് തമ്മിൽ എന്തോ കശാപിശയുണ്ട്. അതിവിടെ വന്ന് തീർക്കാനുള്ള പരിപാടിയാ സാറേ. കുടുംബ പ്രശ്നം തീർക്കാൻ നമ്മുടെ അക്കാഡമി കിട്ടിയോളൂ. കോടതി പോകാൻ പറയും. എന്തുകൊണ്ട് പാടില്ല? ഇതിനു മുൻപ് ഹസ്ബൻഡ് വൈഫ് മാച്ച് നടന്നിട്ടേ ഇല്ലേ? നടന്നാൽ ഓൾറെഡി മത്സരത്തിനുള്ള ഷെഡ്യൂൾ എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു സാറേ. സ്പെഷ്യൽ കാറ്റഗറി മാച്ച് അനൗൺസ് ചെയ്യേ. എല്ലാം നമ്മളുടെ കയ്യിലല്ലേ? അല്ല, ഈ മാച്ച് നടത്തണമെന്ന് നിനക്കെന്താ എത്ര നിർബന്ധം? കം ഓൺ, ഈ മാച്ച് നടന്ന നിങ്ങൾക്കും നിങ്ങളുടെ ക്ലബിനുമാണ് ബെനിഫിറ്റ്. എം ഡിയോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഗുസ്തിയോടുള്ള നിങ്ങളുടെ അടങ്ങാത്ത താല്പര്യം പരിഗണിച്ച് എം ഡി മത്സരത്തിന് സമ്മതിച്ചു.
മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഇവൻ തന്നെയാണോ? അതെ, ഇവൻ തന്നെ. പേരെന്നതാ? വീര. വീര. നിങ്ങളുടെ നാട്ടിലെ വലിയ റെസ്ലിംഗ് ചാമ്പ്യനാ? ഇനി വേണം പഠിക്കാൻ. വാടാ മോനെ, നമുക്ക് പഠിക്കാം. ചേട്ടാ, അവൻ മനഃപൂർവ്വം അതി പങ്കെടുക്കുന്നേ. അവന് ഗുസ്തിയെ പറ്റി എന്ത് കോപ്പറിയാം? 20 വർഷമായിട്ട് ഈ ഗുസ്തി ഫീൽഡിൽ നിൽക്കുന്ന എനിക്ക് പോലും പല കാര്യം അറിയില്ല. എന്നെ നോക്കുന്ന എന്തിനാ? ഇതെല്ലാം രത്നാകരന്റെ പണിയാ. അവനിട്ട് പണി കൊടുക്കാനെങ്കിലും നമ്മുടെ മോളി മത്സരത്തിൽ പങ്കെടുത്ത് അവനെ ചുരുട്ടി അടിക്കണം. നിങ്ങളെല്ലാം കൂടെ എന്തിനുള്ള പുറപ്പാടാ? നാട്ടുകാരുടെ മുന്നേ വെച്ച് ഇവള് ഭർത്താവിനെ അടിച്ചാ നാളെ വരെ എങ്ങനെ ഒരുമിച്ച് ജീവിക്കും? കീർത്തി, നീ മത്സരത്തിന് പോകുന്നില്ലെന്ന് വിളിച്ചു പറഞ്ഞേക്ക്. ഗുസ്തി വേണ്ട, ഒന്നും വേണ്ട. സാർ പോസ്റ്റ്. ആ, എന്താണത്? കണ്ടോ ചേട്ടാ അവന്റെയൊക്കെ അഹങ്കാരം. ഡൈവേഴ്സ് നോട്ടീസ് അയച്ചിരിക്കുന്നു. ഇതിങ്ങനെ വിട്ടാ ശരിയാകില്ല. ഇതിന് ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം. ഡൈവേഴ്സ് നോട്ടീസ് അയച്ചിരിക്കുന്നു. എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. എന്റെ ഗുരുവായൂരപ്പ, എന്റെ കുഞ്ഞിനെ ഗതി വരുത്തിയല്ലോ. ഇനി ഈ മത്സരത്തിൽ ഞാൻ പങ്കെടുത്തിരിക്കും. കോടാങ്കി ഗുസ്തി സമാജം, ഒരു എരണം കെട്ട പേരാണല്ലോ. ഇങ്ങോട്ട് വരണ്ടായിരുന്നു. ഈ ഏരിയയിലെ പേര് കേട്ട ഫയൽവാൻ എങ്ങേര്. ഇങ്ങേരുടെ കീഴിൽ അഭ്യസിച്ചാലേ അവളെ ജയിക്കാൻ പറ്റൂ. ഓ, അങ്ങേരെ കോച്ച് കണ്ടിട്ടൊരു മെനകെട്ട ലുക്കാണല്ലോടാ. ഇത് ഏത് ഭാഷയാടാ? ഈ കിറുക്കുമാരുടെ കൂടെയാണ് നീ ഗുസ്തി പഠിക്കാൻ പോകുന്നത്? ഇതെന്താടാ നിന്നടുത്ത് നിന്ന് എന്നോടുന്നത്? ചെല്ലടാ. നമസ്കാരം. ആരാ നിങ്ങള്? ഞാൻ വീര, ഇത് വക്കീൽ. പേര് ഞാൻ ചോദിച്ചില്ലല്ലോ. സ്റ്റൂപ്പിഡ്സ്. എന്താണ് നിങ്ങൾക്ക് വേണ്ടേ? 15 ദിവസം കൊണ്ട് എനിക്ക് ഗാട്ടാ ഗുസ്തി പഠിച്ച് വലിയ ചാമ്പ്യൻ ആവണം. എന്നെ ശിഷ്യനായി സ്വീകരിക്കണം കോച്ച്. 15 ദിവസം കൊണ്ട് പഠിപ്പിക്കാൻ തര ശിങ്കാരി വേണോ? ഗുസ്തിയാടാ. അറിയാം കോച്ച്. ഒരു വലിയ മത്സരത്തിൽ പങ്കെടുക്കാൻ ഞാൻ പേര് കൊടുത്തു പോയി. അതിൽ ഞാൻ ജയിച്ചില്ലെങ്കിൽ എന്റെ മാനം തന്നെ മാനൊക്കെ ഉത്സവ പറമ്പിൽ പോയി. വെക്കലേ. ഗാട്ടാ ഗുസ്തി അറിയോടാ നിനക്ക്? കബഡി അറിയാം കോച്ച്. ഗുസ്തി അറിയോന്ന് വെച്ചാൽ അറിയോ ഇല്ലയോ എന്ന് പറയണം. അതിന് പകരം കബഡി കളിച്ച് കാണിക്കുന്നോ? ഭ്രാന്തനാ നീ? ഇവന് ഭ്രാന്തില്ല കോച്ച്. ഇവന്റെ മാമനാണ് ഭ്രാന്തൻ. അങ്ങനെയാണ് കബഡിയും ഗുസ്തി ഒന്നാണെന്നും പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു. ആ ഭ്രാന്തന്റെ അടുത്ത് പോയി പഠിക്കേ. അയ്യോ കോച്ച്. കോച്ച് പ്ലീസ് കോച്ച്, എന്റെ ജീവിതം തന്നെ ഇപ്പൊ കോച്ചിന്റെ കയ്യിലായിരിക്കുന്നത്. അതെന്തൊരു മത്സരമാടാ നീ ഇത്രയ്ക്ക് താല്പര്യം കാണിക്കാൻ? പറയാം കോച്ച്. എന്റെ വൈഫ്. വേണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ബാക്കി ഞാൻ പറയാം. നിന്റെ വൈഫിന് എന്തോ ഹെൽത്ത് പ്രോബ്ലം ഉണ്ട്. ട്രീറ്റ്മെന്റിന് നിനക്ക് കാശ് വേണം. അതിനുവേണ്ടി മത്സരത്തിൽ പങ്കെടുത്ത് പ്രൈസ് മണി നേടണം. Am I correct? അയ്യോ കോച്ചിന് എങ്ങനെ മനസ്സിലായി? ഞാനും അങ്ങനെയായിരുന്നു. എന്റെ വൈഫിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഗുസ്തി മത്സരത്തിൽ പങ്കെടുത്ത് പ്രൈസ് വിൻ ചെയ്തു. ഐ എം വെരി പ്രൗഡ് ഓഫ് യു. ഞാൻ നിന്നെ ഗുസ്തി പഠിപ്പിച്ചിരിക്കും. താങ്ക് യു കോച്ച്. നാളെ തന്നെ വന്ന് ജോയിൻ ചെയ്യും. നിന്റെ ഭാര്യയെ മലർത്തിയടിക്കാനാണെന്ന് ഇങ്ങനെങ്ങനും അറിഞ്ഞ നിന്നെ തല്ലി കൊല്ലും. നമുക്ക് ഈ ഗുസ്തി ഒന്നും വേണ്ട മോളെ. പറയുന്നത് അനുസരിക്ക്. എന്താന്ന് വെച്ച് ചെയ്യ്. പറഞ്ഞതനുസരിച്ചാ നിനക്ക് കൊള്ളാം. എനിക്ക് പറയാനല്ലേ പറ്റൂ. പെൺകുട്ടികളെ ഇത്ര അഹങ്കാരം പാടില്ല. നാട്ടുകാരെന്റെ മുഖത്ത് കാറി തുപ്പാടി. ഇങ്ങോട്ട് പാടി. എനിക്ക് കല്യാണം വേണ്ട അച്ഛാ. പ്ലീസ് അച്ഛാ, ഞാൻ പറയുന്ന കേക്ക് അച്ഛാ. എന്താ കാര്യം? അവള് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് 2 മാസമായി. അവക്ക് എന്ത് പറ്റി? അവൾ എങ്ങോട്ടാ പോയെന്നറിയാതെ അവിടെ അമ്മ കട്ടിലിൽ തന്നെ കിടന്ന കിടപ്പ. താനല്ലോ ഇവിടുത്തെ കോച്ച്. തനിക്കെങ്കിലും എന്നെ ഒന്നും അറിയിക്കായിരുന്നില്ല. ഇത്രയും നാളും എന്റെ മോക്കൊരു കുഴപ്പം വരാതെ നോക്കിയതിന് ഇത് വെച്ചോടോ. വണ്ടി എടുക്കണം. പ്ലീസ് അച്ഛാ, പ്ലീസ്. ഒരു ഗുസ്തി ചാമ്പ്യൻ ആവണമെന്നുള്ളത് അവളുടെ വലിയ ആഗ്രഹമാണ്. പക്ഷെ വീട്ടുകാർ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കാൻ നോക്കുക. അതിൽ താല്പര്യമില്ലാത്തോണ്ട് അവൾ ഇവിടെ വന്ന് ചേർന്ന്. പാവം കുട്ടി. ബോയ്സ് ആൻഡ് ഗേൾസ്, ഈ പാർട്ടി ഇന്ന് ഇവിടെ എന്തിനാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് അറിയോ? വെറും 15 ദിവസത്തെ ട്രെയിനിങ് എടുത്തുകൊണ്ട് ഒരുവൻ വലിയൊരു മത്സരത്തിന് റെഡിയായിരിക്കുന്നു. ആ വീരൻ മറ്റാരുമല്ല, നമ്മുടെ വീരൻ തന്നെ. അവന്റെ സക്സസിന് വേണ്ടിയാണ് ഈ പാർട്ടി. നീ മത്സരത്തിൽ ജയിക്കുമ്പോ
ആ വിജയം ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്ക് തന്നെ കോച്ച്. നോ നോ, നിന്റെ വൈഫിന് വേണോ അത് ഡെഡിക്കേറ്റ് ചെയ്യാൻ? എടാ ജയിച്ചു കഴിഞ്ഞിട്ടല്ലേ ഡെഡിക്കേഷൻ, അതിന് ജയിക്കുന്നവല്ല ഉറപ്പുണ്ടാ? ശരി കോച്ച്. നീ എവിടെ പോവാ? ഞാൻ തിന്നാൻ പോണ്, നല്ല വിശപ്പെട്ട്. കോച്ച്, എപ്പോ നോക്കിയാലും വൈഫിനെ പറ്റിയാണല്ലോ സംസാരം. നിങ്ങളെ വൈഫ് മരിച്ചിട്ട് കുറെ വർഷങ്ങളായില്ലേ, അവരോട് നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നോ? നാളുകൾ കഴിയും തോറും അവളുടെ ഓർമ്മകൾ കൂടി വരിക. കുടിച്ചു കൂത്താടി നടന്ന എന്നെ ഒരു മനുഷ്യനാക്കി മാറ്റിയത് അവളാ. അവളുടെ അച്ഛന്റെ ശിക്ഷണത്തിലാ ഞാൻ ഈ ഗുസ്തി പഠിച്ചത്. പിന്നീട് ഞങ്ങളുടെ കല്യാണവും കഴിഞ്ഞു. സന്തോഷമായിട്ട് ഞങ്ങൾ ജീവിച്ചു. ഈ ലോകത്ത് നമുക്ക് ആരൊക്കെ ഉണ്ടെങ്കിലും അവസാനം നമുക്കൊരു തുണയായി നമ്മുടെ ഭാര്യ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം. നിങ്ങൾ തമ്മില് വഴക്കുണ്ടായിട്ടേ ഇല്ല? പരസ്പര സ്നേഹമില്ലാത്ത ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരിക്കലും വഴക്കേ ഉണ്ടാവില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ജീവന തുല്യം സ്നേഹിക്കുന്ന ദമ്പതിമാർക്കിടയിൽ മാത്രമേ വഴക്കുണ്ടാവൂ. അതാണ് യഥാർത്ഥ ദാമ്പത്യം. ഞങ്ങൾ വഴക്കുണ്ടാക്കാത്ത ദിവസങ്ങളേ ഇല്ലായിരുന്നു. പൊരിഞ്ഞ വഴക്കായിരുന്നു. എപ്പോ ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി വീഴുന്നോ അപ്പൊ മുതൽ കുടുംബമെന്ന രാജ്യത്തിന്റെ മഹാറാണിയായി അവൾ മാറും. അവൾ എടുക്കുന്നതാണ് തീരുമാനം. അത് നടപ്പിലാക്കുന്നതാണ് നമ്മൾ ഭർത്താക്കന്മാരുടെ ജോലി. ഇത് മനസ്സിലാക്കി ജീവിച്ച കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കോച്ചിനെ അറിയാഞ്ഞിട്ടാ പല വീടുകളിലും ഭാര്യമാര് പറയുന്നതിന് ഭർത്താക്കന്മാര് തല കുലിക്കിയാലും വഴക്കുണ്ടാകുന്നുണ്ട്. എല്ലാ ദമ്പതിമാർക്കിടയിലും പരസ്പരം മനസ്സിലാക്കുന്നത് വരെ കുറച്ചു കാലത്തേക്ക് ചെറിയ ചെറിയ വഴക്കുകൾ ഉണ്ടാകും, സ്വാഭാവികം. കുറച്ചു കാലത്തേക്കാ, പിന്നെ ശരിയാവോ? ഉടനെ ശരിയാവില്ല. മഴ തോർന്നാലും മേഘങ്ങൾ അവശേഷിക്കുന്നത് പോലെ കുറച്ചു നാളത്തേക്ക് കൂടി അല്ലറ ചില്ലറ പരിഭവങ്ങളൊക്കെ ഉണ്ടായിന്ന് വരാം. അത് കഴിഞ്ഞെങ്കിലും ശരിയാവോ? കുറച്ചുകൂടി കഴിയുമ്പോ രണ്ടുപേർക്കും വയസ്സ് ഒരു 50-60 ആകും. വഴക്കടിക്കാനായിട്ട് രണ്ടുപേരുടെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ജീവിതമാണ് സമാധാനപരമായ ജീവിതം. മാവനില്ല അമ്മായി? പുറത്തോ ഇരിക്കടാ, ഇപ്പൊ വരും, നീ ഇരിക്ക. മത്സരം നാളെയാണോ മോനെ? അതേ മായി, നാളെ തന്നെയാ. ട്രെയിനിങ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതൊന്നും പറയാതിരിക്കുക ഭേദം. എന്നെ ഊറ്റിപ്പിഴിഞ്ഞെടുത്തു. വയ്യാന്ന് പറഞ്ഞാലും കോച്ച് സമ്മതിച്ചിട്ട് വേണ്ടേ. ഹെവി വർക്കൗട്ട്. കൈയും കാലും ഒന്നും അനക്കാൻ പറ്റുന്നില്ല അമ്മായി. നീ എത്ര ട്രെയിനിങ് എടുത്താലും അവളെ ജയിക്കാൻ പറ്റില്ല. പിന്നെ എന്തിനാ എങ്ങനെ നടന്ന് കഷ്ടപ്പെടുന്നേ? നേരെ അങ്ങ് മത്സരത്തിൽ പങ്കെടുത്താ പോരായിരുന്നോ? എന്താ അമ്മായി, ഞാൻ തോക്കുമെന്ന് അമ്മായി ഉറപ്പിച്ചു കഴിഞ്ഞോ? നീ നിന്റെ ഭാര്യയായിട്ട് മത്സരിക്കാൻ എപ്പോ തീരുമാനമെടുത്തോ അപ്പോഴേ നീ തോറ്റു. ഞാൻ വിചാരിച്ച നിന്റെ മാമന മന്ദബുദ്ധിയെന്നാ. നീ അതിനേക്കാളും വലിയ മന്ദബുദ്ധിയാണല്ലോ. എടാ, ലോകത്തിൽ ഏതെങ്കിലും ആണുങ്ങൾ കെട്ടിയ പെണ്ണുമായിട്ട് മത്സരിക്കാൻ ഇറങ്ങുമോ? നിങ്ങൾക്കൊക്കെ പെണ്ണുങ്ങൾ ജീവിതകാലം മുഴുവനും പറയുന്നതൊക്കെ കേട്ട് മിണ്ടാതെ വായും പൊത്തി നിൽക്കുന്നവരായിരിക്കണോ അല്ലേ? എനിക്കറിയാഞ്ഞൊരു ചോദിക്കേ, പെണ്ണുങ്ങളില്ലാതെ നിങ്ങൾ എങ്ങനെ ജീവിക്കും? ജീവിതകാലം മുഴുവനും നിങ്ങൾക്കൊരു സ്ത്രീയുടെ സഹായം വേണം. കല്യാണം കഴിയുന്നത് വരെ അമ്മ എന്ന സ്ത്രീ, കല്യാണം കഴിഞ്ഞാ പിന്നെ ഭാര്യ എന്ന സ്ത്രീ. അപ്പൊ ഒരു ചോദ്യമുണ്ട്, സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് സാധിക്കുമെന്ന്. എത്രയോ സ്ത്രീകൾ ആണുങ്ങളുടെ സഹായം ഇല്ലാതെ തനിച്ച് നിന്ന് കഷ്ടപ്പെട്ട് മക്കളെ വളർത്തുന്നു. പക്ഷെ ആണുങ്ങളോ ഉടനെ പോയി അടുത്ത പെണ്ണ് കിട്ടും. ചോദിച്ചാ പറയും എനിക്ക് വേണ്ടിയല്ല, മക്കളെ നോക്കാനാന്ന്. എന്താ, അവന്റെ കുഞ്ഞല്ലേ, അവനും നോക്കാലോ? ചെയ്യില്ല. എന്താന്ന് വെച്ചാ അതൊന്നും അറിയില്ല. എടാ മോനെ, നിന്റെ ഭാര്യ ഒരു റെസ്ലർ ആണെന്ന് പെണ്ണ് കാണാൻ പോയ അന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയത്. ഇതെന്താ അമ്മായി അന്നേ എന്നോട് പറയാതിരുന്നേ? പറഞ്ഞിരുന്നെങ്കിൽ കല്യാണം നടക്കില്ലായിരുന്നു. കീർത്തിയെ പോലെ ഒരു പെൺകുട്ടി നിന്റെ ജീവിതത്തിലേക്ക് വന്നാ നിന്റെ ലൈഫ് മാറും, നീ മാറുമെന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. അതുകൊണ്ടാ പറയാഞ്ഞേ. വീര, ഒരു ദിവസം നീ ഇല്ലാത്ത സമയത്ത് ഞാൻ അവളെയും കുട്ടി അമ്പലത്തിൽ പോയിരുന്നു. നീ റെസ്ലിംഗ് ഒക്കെ മറന്നുപോയ മോളെ? 48 ദിവസം ഒരു കാര്യം തുടർച്ചയായിട്ട് ചെയ്താൽ അത് ശീലാവെന്ന് പറയാറില്ലേ? 15 വർഷം ഞാൻ റെസ്ലിങ്ങിനെ കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അത് അങ്ങനങ്ങ് മറക്കാൻ പറ്റോ? പിന്നെന്തിനാ ഇങ്ങനൊരു ജീവിതം തിരഞ്ഞെടുത്തേ? സമൂഹത്തിൽ ചില കീഴ്വഴക്കങ്ങളുണ്ടല്ലോ. കുടുംബം വേണോ കരിയർ വേണോ എന്നൊരു ചോയ്സ് വരുമ്പോ കുടുംബമല്ലേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റൂ. സത്യമാണ്. പക്ഷെ ജീവിതത്തിൽ എന്തെങ്കിലും ആവണമെന്നുള്ളൊരു കുടുംബത്തെക്കുറിച്ച് കൂടുതലൊന്നും ആലോചിക്കരുത്. തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. പറയാൻ വളരെ എളുപ്പാ. മറ്റു രാജ്യക്കാർക്ക് ഒരു മത്സരത്തിൽ ജയിക്കണമെങ്കിൽ ഓപ്പോസിറ്റ് ടീമായിട്ട് മത്സരിച്ച് ജയിച്ചാൽ മതി.
എന്ന ഇന്ത്യയിൽ മാത്രം ആദ്യം കുടുംബത്തിൽ പൊരുതി ജയിക്കണം. അത് കഴിയുമ്പോ തന്നെ പാതി ജീവൻ പോവും. പിന്നെ ഓപ്പോസിറ്റ് ടീമായിട്ട് മത്സരിക്കാനുള്ള ആരോഗ്യം വേണ്ടേ? ശരിക്കും ഈ ലൈഫ് നിനക്ക് ഇഷ്ടമാണോ മോളെ? എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്. മോനെ വീര, അവളെ പോലെ ഒരു പെണ്ണിനെ കിട്ടിയത് നിന്റെ ഭാഗ്യോ. അവളോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക്. അല്ലാതെ നിന്റെ അമ്മാവന്റെ വാക്കം കേട്ട് നടന്ന നിന്റെ ജീവിതം കൈവിട്ടു പോകും. അമ്മായി തന്നെയാണ് ഇതൊക്കെ പറയുന്നത്. ഞാൻ എത്ര വരെ പഠിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയോ? 4 വരെയല്ലേ? BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. എന്റെ അച്ഛനും കള്ളം പറഞ്ഞ നിന്റെ അമ്മാവന് കെട്ടിച്ചു കൊടുത്തത്. നാളെയാണ് മത്സരം. നോക്കാം നമുക്ക്, അവളാണോ അവനാണോ ജയിക്കാന്ന്. ശരി, ഞാൻ വിളിക്കാം. ആ വീര, നീ എപ്പോ വന്ന്? ഇപ്പൊ വന്നേളൂ മാമ. ചായയോ വെള്ളമോ വല്ലതും തന്നാ? വേണ്ട മാമ, ഞാൻ പോവാ. എന്താ നീ ഇവിടെ എന്തെടുക്കായിരുന്നു? സംസാരിച്ചിരിക്കായിരുന്നു. നീ ആരാ, ഉക്രൈന്റെ പ്രസിഡന്റോ ചർച്ച നടത്താനായിട്ട്? ചെല്ലടി, ചെന്ന് കാപ്പി ഇട്ടോണ്ട് വാ. നിക്കടാ. 2 കോഫി ഫുൾ സ്ട്രോങ്, 1 മീ 1 ഇവന്. മരുമോന്റെ കോഫി ഫുൾ ഷുഗർ, മൈ കോഫി നോ ഷുഗർ. മനസ്സിലായ? എന്നാ ചെല്ല്, വേഗം തിളപ്പിക്കും. ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് പോയിട്ടേ ഉള്ള പഞ്ചാരൊക്കെ കോരിട്ടിട്ട് എന്നെ കൊല്ലല്ലേ, അല്ലെങ്കിൽ തന്നെ ഷുഗർ 450. എന്താ മെമ്പറേ? ശരിക്കും ഈ ലൈഫ് നിനക്ക് ഇഷ്ടമാണോ മോളെ? എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്. അവളെ പോലെ ഒരു പെണ്ണിനെ കിട്ടിയത് നിന്റെ ഭാഗ്യോ. അവളോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക്. മാമ, ഞങ്ങള് ബോൾ എടുക്കുവാണേ. ഒന്ന് പിടിക്കടാ. എന്തൊരു കനോ ഇതിന്. എന്താടാ അവിടെ മറിച്ചിടുന്നേ? എടാ കണ്ടടാ, ഓടിക്കോടാ. നിക്ക്, ആരാ, എന്താ വേണ്ടേ? ചേട്ടാ, എന്റെ വൈഫ് അകത്തുണ്ട്. ഇവിടെ പെണ്ണുങ്ങൾ എനിക്ക് അവളെ ഒന്ന് കാണണം. പുറത്തുള്ളവർക്ക് ഇവിടെ നിങ്ങളൊന്ന് പോയി പറ. നിയമങ്ങളൊക്കെ ചേട്ടാ, മനസ്സിലാക്കി ഞങ്ങളോട് പറയുന്നു. സാർ, എന്റെ വൈഫ് കീർത്തി ഇവിടെ ഉണ്ട്. എനിക്ക് അവളെ ഒന്ന് കാണണം. ഈ ചേട്ടൻ വിടുന്നില്ല. ഓ, നീയാണോ കീർത്തിയുടെ ഹസ്ബൻഡ്? അതെ സാർ. നീ ഇവിടെ നിൽക്ക്, ഞാൻ കീർത്തിയോട് പോയി ഇൻഫോം ചെയ്യാം. ഓക്കെ സാർ. എന്താ സാർ അവള് പറഞ്ഞു? ഞാനൊന്ന് പോയി കണ്ടോട്ടെ. കീർത്തിക്ക് നിന്നെ കാണാൻ താല്പര്യമില്ലെന്ന്. നീ ആണാണെങ്കിൽ അവളോട് മത്സരിച്ച് ജയിക്കാൻ പറഞ്ഞു. എന്നാ വിട്ടോ. കീർത്തി, come on, get up. Let's start the practice. പ്രാക്ടീസോ? ഇപ്പോഴോ? No chance. I cannot. I'm so tired. At least we can go for jogging. അയ്യോ, ദേവി ഇതെന്നെ വിട്ടേക്ക്. ഞാൻ വീട്ടിലേക്ക് പോവാ. Okay. കോച്ച്, ആരാത്? നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്ന കാട്ടാ ഗുസ്തി മത്സരം കാണുവാനായി നിങ്ങളെവരെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. കാട്ടാ ഗുസ്തി മത്സരത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഭാര്യയും ഭർത്താവും മത്സരിക്കാൻ പോകുന്നു. ഈ മത്സരത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ?
കലികാലം എന്നിട്ട് എന്താ പറയാ? ഇതിനെ കുറിച്ച് എന്ത് പറയുന്നു? ജീവിതം തന്നെ ഒരു ഗുസ്തിയല്ലേ? ഞങ്ങളുടെ അമ്പലത്തിലേക്ക് 1 ലക്ഷം രൂപ സംഭാവന തന്ന മഹാത്മാവാ വീര. അവനെങ്ങാനും ജയിച്ചാൽ പളനിക്ക് പോയി തലമുട്ടയടിച്ച് പാൽക്കാവടി എടുക്കാൻ നേർന്നിട്ടുണ്ട്. ആണാണോ പെണ്ണാണെന്ന് നോക്കണ്ട, ആർക്കാ കഴിവെന്ന് നോക്കിയാ പോരെ. പെണ്ണുങ്ങൾ എപ്പോഴും തുല്യാവകാശം വേണമെന്നല്ല പറയാറ്. മത്സരിച്ച് ജയിക്കാൻ പറ. ഇനി എത്ര നാൾ പെണ്ണുങ്ങൾ ഇങ്ങനെ സഹിച്ചു കിടക്കും? അടിച്ചു കയറി വരട്ടെ. പെണ്ണുങ്ങൾ തിരിച്ചടിക്കാൻ തുടങ്ങി. ഇതോടെ ആണുങ്ങളുടെ കഥ കഴിഞ്ഞു. എത്ര തുള്ളിയാലും ആണുങ്ങൾക്ക് താഴെ നിൽക്കാൻ പറ്റും. അപ്പൊ പിന്നെ ബാക്കി കളികള് നമുക്ക് സ്റ്റേഡിയത്തിൽ വെച്ച് കാണാൻ കേട്ടോ. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ന്യൂസ്. വി ആർ വെയിറ്റിംഗ്. ലെറ്റ്സ് എൻജോയ്. ഭാര്യയും ഭർത്താവും തമ്മിൽ നടക്കുന്ന ഗുസ്തി മത്സരത്തിൽ ആര് ജയിക്കുമെന്ന ആകാംക്ഷയിലാണ് ഇവിടുത്തെ ജനങ്ങൾ. ഉറപ്പായിട്ട് ആ പെണ്ണെന്നെ അവന്റെ കെട്ടിയം തന്നെ ജയിക്കും. കേരളത്തിൽ കാട്ടാക്കുസ്തി മത്സരങ്ങൾ കഴിഞ്ഞ 100 വർഷങ്ങളായി നടത്തി വരാറുണ്ട്. പ്രശസ്തമായ ഈ കാട്ടാക്കുസ്തി മത്സരം ഈ മണ്ണിന്റെ സ്വന്തം മത്സരം, ഇവിടുത്തെ ജനങ്ങളുടെ സ്വന്തം മത്സരം. നമ്മൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഈ മത്സരം അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതാ ഈ ഗോവയിൽ ആരംഭിക്കാൻ പോവുകയാണ്. Come on, clap! നമ്മുടെ അക്കാദമിയുടെ പേരിൽ നിങ്ങളെ ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. 50-ന് മുകളിൽ കുസ്തി താരങ്ങൾ പങ്കെടുക്കുന്ന 36 മത്സരങ്ങളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. സ്പെഷ്യൽ കാറ്റഗറി മാച്ചാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഭാര്യയും ഭർത്താവും. മത്സരങ്ങൾ ആരംഭിക്കാൻ പോകുന്നു. എതിരാളിയെ ശ്വാസം മുട്ടിച്ച് ഗോതയിൽ മലർത്തിയടിക്കാൻ ശ്രമിക്കുകയാണ് ഇരു താരങ്ങളും. ഇതാ മലർത്തടിച്ച് വീണിരിക്കുന്ന ഒരു മല്ലൻ. ഇതാ മലർത്തിയടിക്കുന്ന ഒരു സുന്ദരിയെ. മറ്റൊരു സുന്ദരിയെ മലർത്തിയടിക്കാനുള്ള മറ്റൊരു ശ്രമം കാണും. ഇതാ ഇതാ വിജയിച്ചിരിക്കുന്നു. ഇതാ അന്തരീക്ഷത്തിലൂടെ മലർത്തിയടിക്കുന്ന ഒരു അത്ഭുത കാഴ്ച. എടോ മെമ്പറേ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ? നമ്മുടെ വീറിന്റെ ഗുസ്തി തുടങ്ങാൻ പോവാ. വേഗം പാടോ ഇങ്ങോട്ട്. ശ്രീജയെ മലർത്തിയടിച്ചുകൊണ്ട് വിജയിച്ചിരിക്കുകയാണ് ഭാവന. നമ്മൾ ആരും ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത മത്സര മുഹൂർത്തങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ വിജയിച്ചിരിക്കുന്നു വാശിയേറിയ അടുത്ത റൗണ്ട് മത്സരം ഇതാ ആരംഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ മത്സരത്തിൽ വിജയിച്ച സതീഷിനെ മലർത്തിയടിച്ച് വിജയിച്ചിരിക്കുകയാണ് ഭുവനേശ്വർ. സാർ, ഒരു റെസ്ലിംഗ് കോച്ച് എന്ന നിലയ്ക്ക് വീരയും കീർത്തിയായിട്ടുള്ള മത്സരത്തിൽ ആരായിരിക്കും ജയിക്കുക? നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. കീർത്തി തന്നെ ആയിരിക്കും. പിന്നെ ആ വീരൈഡ് കൊണ്ട് ചാവാൻ പോവുക. വെറുതെ നിങ്ങൾ അവനെ ബിൽഡപ്പ് ചെയ്യുക. അവൻ അത്രയ്ക്ക് വേർത്തൊന്നുമല്ല. കീർത്തി, കീർത്തി, ഓക്കെ. തന്റെ ഹസ്ബൻഡുമായിട്ട് എങ്ങനെ മത്സരിക്കുമെന്ന് ആലോചിക്കുകയാണോ? ഈ തീരുമാനം നീ ഏറ്റെടുത്തതല്ലോ. വോളണ്ടറി ആയി അവൻ തന്നെയല്ലേ ഈ മാച്ച് അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞത്. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നീ അവനെ ഡിഫീറ്റ് ചെയ്തിരിക്കും. ഡോണ്ട് വറി, ഐ ആം ദെയർ ഫോർ യു. കൈയെടുക്ക. കൈയെടുക്കാൻ. വാട്ട്? ഹേയ്, ഞാൻ നിന്നെ പറ്റി പ്ലേയേഴ്സ് പറഞ്ഞിട്ടുണ്ട്. നീ ആരാണ്, എത്രക്കാരനാണെന്ന്. ഗെറ്റ് ലോസ്റ്റ്. ഗെറ്റ് ലോസ്റ്റ്. റിപ്പോർട്ട് ഇപ്പൊ കിട്ടിയതല്ലോ സാർ. ഞാൻ എന്ത് ചെയ്യാം? എനി പ്രോബ്ലം? കീർത്തി ഈസ് പ്രഗ്നന്റ്. മാച്ചിന് മുമ്പ് പ്ലേയേഴ്സിന് എടുക്കുന്ന മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റില് മിസ്സിസ് കീർത്തി പ്രഗ്നന്റ് ആണെന്ന് കൺഫേം ആയി. ഇക്കാര്യം കീർത്തിക്ക് അറിയോ? അറിയില്ല. ഇപ്പൊ എന്ത് ചെയ്യാനാ പ്ലാൻ? വേറെന്ത് ചെയ്യാനാ? മാച്ച് ക്യാൻസൽ ചെയ്യണം. മാച്ച് ക്യാൻസൽ ചെയ്യുന്നു വേണ്ട. പ്ലാൻ ചെയ്ത പോലെ തന്നെ മാച്ച് നടക്കട്ടെ. അതെങ്ങനെയാ? എന്തെങ്കിലും സംഭവിച്ചാ? There is no other option. Show must go on. വേണ്ട സാർ, മാച്ചിനിടെ സ്ട്രെയിൻ ആയാൽ അബോർഷൻ ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പൊ ഈ മാച്ച് നടന്നില്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ നഷ്ടം ഉണ്ടാവും. ഇവിടെ കൂടിയിരിക്കുന്ന ഓഡിയൻസിനോട് ആര് സമാധാനം പറയും? ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സ്പോൺസേഴ്സിനോട് ആരുത്തരം പറയും? നിങ്ങൾ പറയാൻ തയ്യാറാണോ? സാർ, നിങ്ങൾ പറയുന്നത് ബിസിനസ്സാണ്, ഞാൻ പറയുന്ന ഒരു ജീവന്റെ കാര്യം. ഭാര്യയും ഭർത്താവും കൂടെ തമ്മിലടിച്ച് പിരിയാൻ പോവുക. അപ്പൊ പിന്നെ കുഞ്ഞിന് എന്ത് പറ്റിയ എന്താ ഡോക്ടർ? ഈ മത്സരത്തിനിടയ്ക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ മാനേജ് ചെയ്തോളാം. നിങ്ങൾ ഇതാരോടും പറയാതിരുന്നാ മതി. നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാൻ പറഞ്ഞത് കേട്ടില്ലടോ. പിന്നെ അത് തന്നെ.
വാ പോവാം. നമ്മളേവരും ഇത്രനേരം ആകാംക്ഷയോടെ കാത്തിരുന്ന വീരയും കീർത്തിയും തമ്മിലുള്ള കുസ്തി മത്സരം ഉടൻ തന്നെ ആരംഭിക്കാൻ പോവുകയാണ്. ഒളിമ്പിക്സിൽ പോലും ഇതുപോലെയൊരു മത്സരം ഇതുവരെയും ആരും കണ്ടിട്ടുണ്ടാവില്ല. ഭാര്യയും ഭർത്താവും ഒരേ ഗോതയിൽ. ഇന്നലെ വരെ വീട്ടിലെ 4 ചുവരുകൾക്കുള്ളിൽ മാത്രം നടന്നുകൊണ്ടിരുന്ന കുസ്തി ഇന്നിതാ ഗോതയിലെത്തിയിരിക്കുന്നു. എന്താ നിനക്ക് പറ്റിയ? അങ്ങോട്ട് പോ. കീർത്തി എന്ത് പറ്റി? കീർത്തി 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 എനിക്ക് കീർത്തി കീർത്തി. അയ്യോ, ബോധം കെട്ട് വീണല്ലോ. ഇനി എന്താ ചെയ്യും? അതൊക്കെ ഡോക്ടേഴ്സ് നോക്കിക്കോളും. നീ പോയി മത്സരിക്കേ. താനെന്താ കളിക്കാ? ഞാൻ എന്റെ ഭാര്യയായിട്ട് മത്സരിക്കാനാ വന്നത്. അവക്ക് എന്ത് പറ്റിയെന്ന് അറിയാതിരിക്കുമ്പോഴാ താൻ എന്നോട് മത്സരിക്കാൻ പറയുന്നത്. ഇപ്പോൾ ഈ മാച്ച് നടന്നില്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമായി മാറും. കമ്മിറ്റി റൂൾസ് പ്രകാരം നീ മറ്റൊരു പ്ലെയറുമായി മത്സരിച്ചേ പറ്റൂ. ഈ പെങ്കൊച്ചുമായിട്ടൊന്നും മത്സരിക്കാൻ എനിക്ക് പറ്റില്ല. ആണുങ്ങളുമായിട്ട് മത്സരിക്കാനല്ലോ പറഞ്ഞേ, ഈ പെങ്കൊച്ചുമായിട്ടല്ലേ. എന്തിനാ പേടിക്കുന്നത്? തോറ്റാ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുന്ന പേടിയാ? അങ്ങനെ നാണം കെടുന്നത് നിനക്കൊരു പുതിയ കാര്യമല്ലല്ലോ. പിന്നെന്താ? ആര്യോട് മത്സരിക്കണമെന്നുള്ളൊരു മണ്ടൻ തീരുമാനം ഞാൻ എടുത്തു എന്നുള്ള സത്യം തന്നെയാ. എന്ന് വെച്ച് കണ്ണി കണ്ട പെണ്ണുങ്ങളോടൊന്നും മത്സരിക്കാൻ എന്നെ കിട്ടില്ല. ഞാൻ മത്സരിച്ചിട്ട് ഇവിടുന്ന് പോകാവുന്ന നിർബന്ധം ഉണ്ടെങ്കിൽ നമുക്കൊരു കൈ നോക്കാം. ആണാണെങ്കിൽ നീ വാടാ. നിനക്കൊന്ന് തലയ്ക്ക് വിടില്ലേ? ഇവൻ വലിയ കോച്ചാ, ഇവനോടാണ് മുട്ട പോത്. കോച്ചോ കീച്ചോ, ഇവൻ ഇപ്പറഞ്ഞ വർത്താനത്തിന് ഇവന്റെ മോന്തടിച്ച് കലക്കലേ ശരിയാവും. ഇവൻ ആരാണെന്നറിയോ? ഡൽഹിയിൽ വെച്ച് നടന്ന മാച്ചിൽ ഇവന്റെ ഇടികൊണ്ട് ഒരാൾ മരിച്ചിട്ടുണ്ട്. അവനെയാണോ നീ വെല്ലുവിളിക്കുന്നത്? ഇവൻ ആരാണെങ്കിലും എനിക്കെന്താ സാർ? എന്റെ വൈഫ് ഈ അവസ്ഥ കിടക്കുമ്പോ ഹോസ്പിറ്റലിൽ പോകാൻ പോലും സമ്മതിക്കുന്നില്ല. ഓരോ കോപ്പിലെ റൂൾസും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. ഇവനുമായിട്ട് മുട്ടാനാണെങ്കിൽ മാത്രമേ ഞാൻ ഇറങ്ങുന്നുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പോവാ. അടികൊണ്ട് ചാവാൻ വേണ്ടി നീ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണല്ലേ?
അങ്ങനെ പിടിക്കാൻ പറ്റില്ല. ലൈനിന് പുറത്തു പോയി. നിന്നോടൊരു സീക്രട്ട് പറയട്ടടാ. സാധാരണ ഇങ്ങനൊരു കാര്യം ഭാര്യ പറഞ്ഞ ഭർത്താവ് അറിയാറ്. പക്ഷെ ഇത് നിന്റെ ഭാര്യയ്ക്ക് പോലും അറിയില്ല. ഞാൻ പറഞ്ഞു നീ കേട്ടാ മതി. നീ ഒരപ്പനാവാൻ പോവാ. കീർത്തി പ്രഗ്നന്റാ. അതുകൊണ്ട് അവള് ബോധം കെട്ട് വീണേ. അലസി പോകുന്നെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ തന്നെ അവളെ മനഃപൂർവ്വം ഇതിനകത്തേക്ക് ഇറക്കി വിട്ടതാ. പക്ഷെ നിന്റെ കുഞ്ഞിന് ആയുസുണ്ടടാ. രക്ഷപ്പെട്ടില്ലേ? ഇല്ലായിരുന്നെങ്കിൽ നിന്റെ കുഞ്ഞിനെ എന്താ ഡോക്ടർ ഇത്? റൂൾസ് തെറ്റിച്ചാണ് പഠിക്കുന്നത്. ലീവ് ഇറ്റ് സർ. ഓഡിയൻസ് എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ? നമുക്കതല്ലേ വേണ്ടത്. ഈ വിജയം ആർക്കാണ് സാർ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? എന്റെ വൈഫ് കീർത്തിക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ വൈഫുമായിട്ട് മത്സരിക്കാനല്ലേ ഇങ്ങോട്ട് വന്നത്? എന്നിട്ടോ ഈ വിജയം നിങ്ങളുടെ വൈഫിന് ഡെഡിക്കേറ്റ് ചെയ്യാൻ എന്താ കാരണം? ഞാനിവിടെ വന്നത് ഈ മത്സരത്തിൽ പങ്കെടുക്കാനോ കീർത്തിയെ തോൽപ്പിക്കാനോ അല്ല. അവളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞപ്പോ തെറ്റേറ്റ് പറഞ്ഞ് അവളെ എന്റെ കൂടെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നത്. ആണിന്റെ മുന്നിൽ പെണ്ണ് ഒരു കാര്യത്തിലും കുറഞ്ഞവളല്ലെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയാന് തോൽക്കാനും തയ്യാറായി ഞാനിവിടെ എത്തിയത്. ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചിലർക്ക് വൈകിയേ മനസ്സിലാവും. ഞാനിപ്പോഴാ മനസ്സിലാക്കിയത്. ഇന്നലെ വരെ സ്ത്രീയേക്കാൾ മേൽക്കോയ്മ പുരുഷനാണെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. അത് തെറ്റാണെന്ന് കീർത്തി എനിക്ക് മനസ്സിലാക്കി തന്നു. ആദ്യം ഈ ഗുസ്തി എന്ന് കേട്ടപ്പോ വെറും മൽപ്പിടുത്തമാണെന്ന് കരുതിയിട്ടാണ് ഞാൻ ട്രെയിനിങ്ങിന് പോയത്. പക്ഷെ ആ ട്രെയിനിങ്ങിൽ പങ്കെടുത്തില്ലായിരുന്നെങ്കിൽ കീർത്തി അനുഭവിച്ച കഷ്ടപ്പാടുകൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ലായിരുന്നു. വെറും 15 ദിവസമായിരുന്നു ട്രെയിനിങ്. അതേ എനിക്ക് താങ്ങാൻ പറ്റിയില്ല. അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു. ആ സ്ഥാനത്തൊരു പെണ്ണ് 15 വർഷം ഇതിനു വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവൾ എത്രമാത്രം സഹിച്ചിട്ടുണ്ടാവും.
നമ്മുടെ രാജ്യം സ്പോർട്സിൽ ഒരുപാട് പിന്നിലാണ്. നമ്മൾ ആൺകുട്ടികളെ പോലും കളിക്കാൻ വിടാതെ വീട്ടിലിരുന്ന് പഠിക്കാനാണ് പറയാ. പിന്നെ പെൺകുട്ടികളുടെ കാര്യം പറയണ്ടല്ലോ. എന്നിട്ടും സ്പോർട്സിലേക്ക് ഇറങ്ങുന്ന പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് അവരുടെ കഴിവ്, സ്വപ്നം, ലക്ഷ്യം എല്ലാത്തിനെയും കുഴിച്ചു മൂടിയിട്ട് കുടുംബമാണ് വലുത്, ജീവിതമാണ് വലുത് എന്നും പറഞ്ഞ് അവരുടെ ഭാവി നശിപ്പിക്കും. കൃത്യമായ ട്രെയിനിങ്ങും കുടുംബത്തിന്റെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ ഒളിമ്പിക്സിൽ സ്വർണം വാങ്ങാൻ കഴിവുള്ള കോടിക്കണക്കിന് പെൺകുട്ടികൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അങ്ങനെയുള്ള പെൺകുട്ടികളിൽ ഒരാളാണ് എന്റെ കീർത്തി. ഇത്രയും നാളും എന്റെ ഭാര്യയുടെ വില അറിയാതെ ഞാൻ അവളെ ഒരുപാട് വേദനിപ്പിച്ചു. അതിന്റെ പേരിൽ നിങ്ങളുടെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഞാൻ എന്റെ കീർത്തിയോട് മാപ്പി വയ്ക്കുന്നു. എന്നോട് ക്ഷമിക്കൂ കീർത്തി. നിന്റെ ഭർത്താവ് നിന്നോട് മത്സരിക്കാതെ തന്നെ ജയിച്ചിരിക്കുക. ഹലോ, നിങ്ങൾ എന്താ ചെയ്യുന്നേ? കണ്ണു കണ്ടൂടെ? ട്രിപ്സ് ഇടുക. എന്റെ ഭാര്യക്ക് ഒരു ട്രിപ്സിന്റെ ആവശ്യമില്ല. ഇവൾ ആരാന്നറിയോ? റെസ്ലർ. കീർത്തി, ഇവര് നിന്നെ ഇവിടെ കിടത്തി കാശ് പിടുങ്ങാനുള്ള പരിപാടിയാ. നീ എണീക്ക്, നമുക്ക് പോ. ഡിവോഴ്സ് നോട്ടീസ് അയച്ചിട്ട് ഇപ്പൊ ഇവിടെ വന്ന് വാചകടിക്കാൻ നാണുണ്ടോടോ? അവര് വരുന്നില്ല, താൻ പൊക്കോ. എന്താ കീർത്തി ഇത്? ഇതെല്ലാം എന്തിനാ നേഴ്സിനോട് പറഞ്ഞേ? ട്രിപ്സ് കയറ്റിയതൊക്കെ മതി. സിസ്റ്റർ പുറത്തു പോ, ഇറങ്ങി പോ. തള്ളാതെ. ദേ കീർത്തി, ആ ഡൈവോഴ്സ് നോട്ടീസ് എന്റെ മണ്ടം മാമനും പ്രാന്തം വക്കീലും കൂടെ ഞാൻ അറിയാതെ അയച്ചതാ. അത് കീറി വല്ലയിടത്തും കളാ. നീ വാ, നമുക്ക് പോവാം. റെസ്ലിംഗിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കും അത് സാധിച്ചില്ല. എന്റെ കുഞ്ഞിനെയെങ്കിലും നമ്മുടെ രാജ്യത്തിന് വേണ്ടി എനിക്ക് മത്സരിപ്പിക്കണം. നിങ്ങളോടൊപ്പം വന്നാൽ നടക്കില്ല. നിങ്ങൾ പോയിക്കോ. നിന്നെ കൊണ്ട് പറ്റില്ലെന്ന് ഇപ്പൊ ആരാ പറഞ്ഞേ? നിനക്ക് അത്രയൊക്കെ പ്രായമായോ? അരിക്കണ്ട് പ്രസവിച്ചിട്ട് വന്ന് മത്സരിച്ചില്ലേ? രാജ്യത്തിന് മെഡൽ വാങ്ങിച്ചു തന്നില്ലേ? 1 അല്ല 3 എണ്ണത്തിനെ പ്രസവിച്ചത്. മാറിക്കണ്ണോ? അതെ, ബോക്സിംഗ് പ്ലെയർ. ഒരു സിനിമ പോലും ഇറങ്ങിയില്ലേ? ഓ, മേരിക്കോം. മേരിയോ മാരിയോ അവരെ പോലെ നിനക്കും സാധിക്കും. ഞാനുണ്ട് നിന്റെ കൂടെ. ശരിക്കും? ഒരു സംശയം വേണ്ട. ഇനി നീ ഏതൊരു ടീമിനോട് മാത്രം മത്സരിച്ചാ മതി. വേറൊന്നും ചിന്തിക്കണ്ട. വാക്ക് മാറ്റി പറയില്ലല്ലോ അല്ലേ? നമ്മുടെ കുഞ്ഞാണ് സത്യം. അമ്മയ്ക്കൊരു ക്ലാപ്സ് കൊടുത്തേ. കൊടുക്ക്.